അപ്പോൾ എല്ലാവർക്കും ന്യൂട്ടൺസിന്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം. മിസ് ഇന്ന് വന്നിരിക്കുന്നത് നമ്മളുടെ 9ാം ക്ലാസ്സിലെ 13ാമത്തെ ചാപ്റ്റർ ആയ പോളിനോമിയൽ പിക്ചേഴ്സ്, ബഹുപദ ചിത്രങ്ങൾ എന്ന് പറയുന്ന പാഠമായിട്ടാണ്. ഓക്കെ, അപ്പോൾ ഓൾറെഡി നമ്മൾ പോളിനോമിയൽ ആരാണ്, എന്താണ് എന്നെല്ലാം നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചു കഴിഞ്ഞതാണ്. സോ ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ്. കൂടാതെ കുറച്ച് വരക്കുന്ന കാര്യങ്ങളെല്ലാം ഇതിൽ വരുന്നുണ്ട്. ഓക്കെ, വരക്കുന്നത് എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. യെസ്, അപ്പോൾ ഇതിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 ടോപ്പിക്സ് ഉള്ളൂ. ആ 3 ടോപ്പിക്സിൽ നിന്നും ഓരോ ക്വസ്റ്റ്യൻസ് വീതം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ബാക്കിയെല്ലാം സെയിം പാറ്റേണിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആൻസർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? യെസ്, അപ്പോൾ പോളിനോമിയൽ എന്ന് പറയുമ്പോൾ, ബഹുപദങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ട് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ, സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ, അല്ലേ? എന്താണ് ഒന്നാം കൃതി ബഹുപദം, രണ്ടാം കൃതി ബഹുപദം എന്നെല്ലാം കേട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ് ഈ ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ മീൻ ചെയ്യുന്നത്? ഒന്നുമില്ല, നമ്മൾക്ക് ഓൾറെഡി അറിയാം പി ഓഫ് എക്സ്, അല്ലേ? പോളിനോമിയൽ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? പി ഓഫ് എക്സ് ആണ്. അപ്പോൾ ഒരു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ, ഞാൻ എന്താ ജസ്റ്റ് ഒരു പോളിനോമിയൽ എഴുതുന്നുണ്ട്. പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2x + 3 എന്ന് എഴുതുന്നുണ്ട്. ഓക്കെ, ഇതൊരു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ ആണ്. എന്തുകൊണ്ടാണ് മിസ് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ എന്ന് പറയാൻ കാരണം? ഇവിടെ പി ഓഫ് എക്സ്, ആ എക്സിൻ്റെ വാല്യൂ നോക്കിക്കേ, എക്സിൻ്റെ പവർ അവിടെ എന്താ വന്നിരിക്കുന്നത്? അവിടെ ഒന്നും തന്നിട്ടില്ല. ദാറ്റ് മീൻസ് അവിടെ എന്തുണ്ടെന്നാണ് അർത്ഥം? x⁻1. ഓക്കെ ആണല്ലോ. അപ്പോൾ എക്സിൻ്റെ പവർ 1 ആയതുകൊണ്ട് അത് എന്തായിരിക്കും? ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ ആയിരിക്കും, ഒന്നാം കൃതി ബഹുപദമായിരിക്കും. ക്ലിയർ ആണല്ലോ. ഇനി ഞാൻ മറ്റൊരു പോളിനോമിയൽ എഴുതുവാണ്, ബഹുപദം എഴുതുവാണ്. x² + 2x + 3. ഇവിടെ നോക്കിക്കേ, ഇവിടെ രണ്ട് സ്ഥലത്ത് എക്സ് വരുന്നുണ്ട്. ദാ ഇവിടെയും എക്സ് വരുന്നുണ്ട്, ഇവിടെയും എക്സ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആയല്ലേ? കൺഫ്യൂഷൻ ആവേണ്ട ആവശ്യമില്ല. ദാ നോക്കാം, ഇവിടെ രണ്ട് സ്ഥലത്ത് എക്സ് വരുന്നുണ്ട്. ഈ ഒരു പോളിനോമിയൽ എന്താണെന്ന് തെളിയിക്കണം, അല്ലെങ്കിൽ എന്താണെന്ന് മനസ്സിലാക്കണം. ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ ആണോ, സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ആണോ എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ആ പേരിൽ തന്നെ പറയുന്നത് പോലെ ഇവിടെ രണ്ട് സ്ഥലത്ത് എക്സ് വരുന്നുണ്ടെങ്കിലും ഇവിടെ ഏറ്റവും പവർ കൂടുതൽ എത്രയാണെന്ന് നോക്കാം. നോക്കിക്കേ, ഇവിടെ x⁻1 ആണ്. ഓക്കെ, ഇവിടെ x² ആണ്, അല്ലേ? x⁻2 ആണ്. അപ്പോൾ ഏറ്റവും വലിയ പവർ എന്ന് പറയുന്നത് x², അതായത് 2 ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പോളിനോമിയൽ എന്തായിരിക്കും? സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ, രണ്ടാം കൃതി ബഹുപദമായിരിക്കും. ഓക്കെ ആണല്ലോ. അപ്പോൾ എങ്ങനെയാണ് ഫസ്റ്റ് ഡിഗ്രി സെക്കൻഡ് ഡിഗ്രി നമ്മൾ മനസ്സിലാക്കുന്നത്? നമ്മളുടെ പോളിനോമിയൽ തന്നിട്ടുണ്ടെങ്കിൽ അതിലെ ഹയസ്റ്റ് പവർ വെച്ചിട്ടാണ് ഈ പോളിനോമിയലിൻ്റെ ഡിഗ്രി നമ്മൾ മനസ്സിലാക്കുന്നത്. ഓക്കെ ആണല്ലോ. യെസ്, അപ്പോൾ പി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു, നമ്മൾ ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലിൻ്റെ ഇതിന് ജനറൽ ഫോമിൽ എഴുതുന്നത് ax + b. ക്ലിയർ ആണല്ലോ, സെറ്റ് ആണല്ലോ. ഈ x⁻2 എന്താണ്? 1 ആണ്. അതുകൊണ്ട് ഇവൻ എന്തായിരിക്കും? ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ ആണ്, ഒന്നാം കൃതി ബഹുപദമായിരിക്കും. ക്ലിയർ. ഇനി പി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ax² + bx + c. ഇതാണ് സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിന്റെ ജനറൽ ഫോം. എന്തുകൊണ്ടാണ് സെക്കൻഡ് ഡിഗ്രി വരാൻ കാരണം? x⁻2 ആണ്, അല്ലെ? 2 ആണ് എക്സിന്റെ ഏറ്റവും ഹയസ്റ്റ് പവർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നന്നായി തന്നെ മനസ്സിലായല്ലോ. ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ പഠിച്ചു, സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ പഠിച്ചു. ഓക്കെ, ഇനി ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. ഒരു പോളിനോമിയൽ, ഒരു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ തന്നിട്ട്, നമുക്ക് ക്വസ്റ്റ്യനിൽ അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻസ് ആട്ടോ പറയുന്നത്. ഒരു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ തന്നിട്ട് അത് ഗ്രാഫിക്കലി റെപ്രസെൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അതിന് ഗ്രാഫ് വരച്ചിട്ട് ആ പോളിനോമിയൽ എന്താ കാണിക്കാൻ പറയും. ഓക്കെ, പോളിനോമിയൽ വരച്ച് കാണിക്കാൻ പറയും. ഓക്കെ, ഇനി തിരിച്ചും ചോദിക്കും, ഒരു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലിൻ്റെ എന്ത് തരും? ഒരു ഗ്രാഫ് തന്നിട്ട് പോളിനോമിയൽ ഇതുപോലെ എഴുതാൻ പറയും. ഓക്കെ, ഇനി സെയിം സംഭവം തന്നെ എവിടെയും വരുന്നുണ്ട്. സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിൻ്റെ ഒരു ഗ്രാഫ് തരും. എന്നിട്ട് ആ ഗ്രാഫ് നോക്കി അതിൽ നിന്ന് എന്ത് എഴുതാനായിട്ട് തരും? പോളിനോമിയൽ, സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ എഴുതാൻ പറയും. ഓക്കെ, അപ്പോൾ രണ്ട് രീതിയിൽ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കാം. എന്തൊക്കെയാണ്? പോളിനോമിയൽ ഫസ്റ്റ് ഡിഗ്രിയോ സെക്കൻഡ് ഡിഗ്രിയോ തന്നോട്ടെ, പോളിനോമിയൽ തന്നിട്ട് ഗ്രാഫ് വരക്കാൻ പറയും. സെയിം തന്നെ തിരിച്ചും പറയാം, അല്ലെ? ഗ്രാഫ് തന്നിട്ട് പോളിനോമിയലും കണ്ടുപിടിക്കാൻ പറയും. ഓക്കെ, ഈ ഒരേ ഒരു കാര്യമാണ് നമ്മൾക്ക് എന്തിൽ പഠിക്കാനുള്ളത്? ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ പക്ക ക്ലിയർ ആയല്ലോ. ഫസ്റ്റ് ഡിഗ്രി ആൻഡ് സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽസ് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് ഒരു ക്വസ്റ്റ്യൻ, ചെറിയൊരു ക്വസ്റ്റ്യൻ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഒരു പോളിനോമിയൽ തന്നിട്ടുണ്ട്. ഓക്കെ, ഇതിൻ്റെ ഡിഗ്രി എത്രയാണ്? x⁻1 എന്നാണ്, അല്ലേ? അപ്പോൾ 1 എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ ആണ്. യെസ്, അപ്പോൾ പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2x - 1 എന്ന് പറയുന്ന എന്ത് തന്നിട്ടുണ്ട്? ഒരു പോളിനോമിയൽ തന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മളോട് പറയുവാണെങ്കിൽ ഈ പോളിനോമിയലിൻ്റെ ഗ്രാഫ് വരക്കാൻ പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇതൊരു ഫസ്റ്റ് ഒരു കുഞ്ഞി ക്വസ്റ്റ്യൻ ആയതുകൊണ്ട്
വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ് പറയുന്നത്. ഈ രീതിയിലല്ല നമ്മൾക്ക് വരച്ചു പോകേണ്ടത്, അത് അതിനുശേഷം പറയുന്നതാണ്. അപ്പോൾ നമ്മൾക്ക് ആദ്യം ഈ ഒരു ചെറിയ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്യുന്നത്, ആ വരക്കുന്ന ഐഡിയ നമ്മൾക്കൊന്ന് കണ്ടുപിടിക്കാം. ഓക്കെ ആണല്ലോ? യെസ്. അപ്പോൾ പി ഓഫ് എക്സ് എന്ന് പറയുന്നത് 2x - 1 ആണ്. നമ്മൾ ചെയ്യേണ്ടത് ഈ പി ഓഫ് എക്സിന് പകരം ഈ എക്സിന് പകരം വേറെ വാല്യൂസ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടല്ലേ കഴിഞ്ഞ ചാപ്റ്ററിൽ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പി ഓഫ് 0 തന്നെ കൊടുക്കാം, ഇഷ്ടമുള്ള വാല്യൂസ് കൊടുക്കാം. അപ്പോൾ ആദ്യം ഈ 0 1 2 3 ആൻഡ് -1 -2 അങ്ങനെ കൊടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. അപ്പോൾ നമുക്ക് കറക്റ്റ് തന്നെ വരച്ചു പോകാം, വലിയതൊന്നും കൊടുക്കരുത്. ഓക്കെ, ചെറുത് തന്നെ കൊടുത്തു പോകാം. അപ്പോൾ പി ഓഫ് 0 എന്ന് പറഞ്ഞാൽ ഇവിടെ നോക്കിക്കേ, പി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 2x - 1 ആണ്. പി ഓഫ് 0 കണ്ടുപിടിക്കണം. ഓക്കെ, അറിയാത്തവരോടാണേ. അപ്പോൾ ഈ എക്സിന് പകരം എന്തായി മാറി, ഇവിടെ 0 ആയി മാറി. ഇവിടെയും എക്സിന് പകരം എന്താക്കണം, 0 ആക്കണം. ഓക്കെ ആണല്ലോ? യെസ്. അപ്പോൾ നമുക്ക് എക്സിന് പകരം 0 ആക്കി നോക്കാം. ദാറ്റ് ഈസ് 2 × x ആണ് 2x, 2 × 0 -1. ഓക്കെ, എപ്പോഴും ഇൻറ്റു ചെയ്തതിന് ശേഷം വേണം ഈ മൈനസും പ്ലസ് ഒക്കെ ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ 2 × 0 എന്ന് പറഞ്ഞാൽ 0 തന്നെയാണ്. 0 - 1 ദാറ്റ് ഈസ് -1 എന്ന് തന്നെ എന്ത് വന്നു, ഉത്തരം വന്നു. ക്ലിയർ ആയല്ലോ? ഓക്കെ ആണല്ലോ? ഇനി നമുക്ക് പി ഓഫ് 1 കണ്ടുപിടിക്കാം. പി ഓഫ് 1 എന്ന് പറഞ്ഞാൽ എന്താ, പി ഓഫ് എക്സിന് പകരം എന്ത് കൊടുക്കുക, 1 കൊടുക്കുക. അപ്പോൾ 2x ദാറ്റ് ഈസ് 2 × 1 -1. ഓക്കെ, ഇതാ ഇതിലാണോ നമ്മളെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് പി ഓഫ് എക്സിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കിയേക്കാം. 2 × 1 എന്ന് പറഞ്ഞാൽ 2 -1 ദാറ്റ് ഈസ് 2 - 1 തന്നെ വന്നു. ഓക്കെ ആണല്ലോ? ഇനി നമുക്ക് പി ഓഫ് 2 കണ്ടുപിടിക്കാം. പി ഓഫ് 2 ഈസ് ഈക്വൽ ടു 2x എന്ന് പറഞ്ഞാൽ 2 × x. എക്സിന് പകരം എത്രയാണ്, 2 ആണ്. ദാറ്റ് ഈസ് 2 × 2 -1. 2 × 2 4, 4 - 1 ഈസ് ഈക്വൽ ടു 3 എന്ന് വന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ 0 കൊടുത്തു, 1 കൊടുത്തു, 2 കൊടുത്തു. ഇനി നമുക്ക് നെഗറ്റീവ് വാല്യൂ കൂടി നമുക്കൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ പി ഓഫ് -1 തന്നെ കൊടുത്തേക്കാം. ഓക്കെ, പി ഓഫ് -1 ദാറ്റ് ഈസ് 2x എന്ന് പറഞ്ഞാൽ 2 × എക്സിന് പകരം എത്രയാണ്, -1 -1. ദാ ഈ ഒരു പോളിനോമിയലിൽ എക്സിന് പകരം എന്ത് കൊടുത്തു, -1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, വേറെ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞു ഇൻറ്റു ചെയ്തതിന് വേണം മൈനസ് ചെയ്യാനായിട്ട്. അപ്പോൾ 2 × -1 ചെയ്യാം. -2 എന്ന് വന്നു. പിന്നെ ഒരു -1 ഇവിടെ ഓൾറെഡി ഉണ്ട്. എത്രയാണ് -2 -1 എന്ന് പറയുന്നത്, രണ്ടും സെയിം സൈൻ വന്നു കഴിഞ്ഞാൽ രണ്ടുപേരെയും തമ്മിൽ കൂട്ടിയിട്ട് അതേ സൈൻ ഇട്ട് കൊടുക്കുക. അങ്ങനെയല്ലേ 8ാം ക്ലാസ്സിൽ നെഗറ്റീവ് നമ്പേഴ്സിൽ പഠിച്ചിരിക്കുന്നത്. ഓക്കെ, യെസ്. അപ്പോൾ അതാ എത്രയാണ്, -3 എന്ന് വന്നു. ഓക്കെ ആണല്ലോ? യെസ്, ഇത്രയും മതി. ഓക്കെ, അപ്പോൾ നമ്മൾ കുറച്ച് വാല്യൂസ് എന്തിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, പി ഓഫ് എക്സിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, നേരെ വാല്യൂസ് കണ്ടുപിടിച്ചു. ഓക്കെ, ഇനി ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ? നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ കണ്ടുപിടിച്ചിരിക്കുന്ന വാല്യൂസ് എല്ലാവരെയും നമുക്കൊന്ന് പെട്ടിയിലാക്കി പൂട്ടി വെക്കണം. ഓക്കെ, പൂട്ടി വെക്കാനല്ല, നമുക്ക് അതാണ് എടുത്ത് വരയ്ക്കേണ്ടത്. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യണം, ഇവരെല്ലാവരും ഒന്ന് ബോക്സിലേക്ക് മാറ്റാം. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഒരു ബോക്സ് വരക്കാം. അപ്പോൾ എക്സാമിനൊക്കെ വരക്കുമ്പോഴേ നല്ല സ്കെയിലിൽ നല്ല ഭംഗിയിൽ ഗ്രാഫെല്ലാം വരച്ച് മിസ്സുമാർ ഇംപ്രസ് ചെയ്ത് വരക്കണം കേട്ടോ. ഓക്കെ, മാത്സിൻ്റെ ഏത് വരക്കുന്ന ക്വസ്റ്റ്യൻസ് ആയാലും നല്ല സൂപ്പറായി പെൻസിൽ മാത്രം യൂസ് ചെയ്യുക, കറക്റ്റ് കാര്യങ്ങളെല്ലാം എഴുതി നല്ല ഭംഗിയിൽ ഗ്രാഫ് വരക്കണം. ഓക്കെ, യെസ്. അപ്പോൾ ഇതാ എക്സ് കൊടുത്തു, പി ഓഫ് എക്സ് കൊടുത്തു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ശ്രദ്ധിക്കുക, ഈ എക്സിന് പകരം 0 കൊടുത്തു, പി ഓഫ് 0 അല്ലേ, 0 കൊടുത്തപ്പോൾ എക്സിന് 0 കൊടുത്തപ്പോൾ പി ഓഫ് എക്സിൻ്റെ വാല്യൂ എന്താ വന്നത്, -1 അല്ലേ വന്നത്, -1. ഓക്കെ, ഇനി എക്സിന് പകരം എന്ത് കൊടുത്തു ഇവിടെ, പി ഓഫ് എക്സ്. അപ്പോൾ എക്സിന് പകരം ഇവിടെ 1 ആക്കി, 1 എന്ന് പറഞ്ഞ വാല്യൂ കൊടുത്തു. അപ്പോൾ പി ഓഫ് എക്സിൻ്റെ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ എത്രയാണ് വന്നത്, 1 ആണ് വന്നത്. ഇനി ഇവിടെ എക്സിന് പകരം എന്ത് കൊടുത്തു, 2 എന്ന് കൊടുത്തു. 2 കൊടുത്തപ്പോൾ പി ഓഫ് എക്സിൻ്റെ വാല്യൂ 3 വന്നു. എക്സിന് പകരം -1 കൊടുത്തപ്പോൾ പി ഓഫ് എക്സിൻ്റെ വാല്യൂ -3 വന്നു. ഓക്കെ ആണോ? ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾക്ക് എന്ത് കിട്ടിയിരിക്കുന്നത്, പി ഓഫ് എക്സിന് പകരം പല വാല്യൂസ് കൊടുത്തപ്പോൾ കിട്ടിയിരിക്കുന്ന സൊല്യൂഷൻ. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് പെട്ടിയിലാക്കി കഴിഞ്ഞു. ഇനി ഈ ഒരു ബോക്സ് നോക്കിയിട്ടാണ് എന്ത് ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഫിഗർ വരക്കാൻ പോകുന്നത്. എന്ത് ഫിഗർ, ഗ്രാഫ് വരക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഗ്രാഫ് വരക്കുമ്പോൾ നമ്മൾ സാധാരണ ചെറിയ ക്ലാസ്സിൽ അല്ലെങ്കിൽ കഴിഞ്ഞ വർഷമെല്ലാം പഠിച്ചിട്ടുണ്ടാവും, നമ്പർ ലൈൻ പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, നമ്പർ ലൈൻ. ഓക്കെ, നമ്പർ ചെരിഞ്ഞു പോയി കുറച്ച്. ഓക്കെ, യെസ്, നമ്പർ ലൈൻ. നമ്മളിതാ നേരെ ഒരു ലൈൻ വരച്ചു. ഇവൻ 0 ആണ്. 0യിൽ നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ 1 2 3. ഓക്കെ, ഇത്രയും മതി. ആരോ ഇട്ടിട്ടുണ്ട്, അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവാം. ആൻഡ് -1 -2 -3. ഓക്കെ ആണല്ലോ? യെസ്. ഇനി ഇത് എക്സ് ആണേ, ഇത് എക്സിൻ്റെ വാല്യൂ ആണ് കൊടുക്കുന്നത്.
എച്ച് ഡാഷ്. ഓക്കെ, എച്ച് ഡാഷ് എന്നിട്ടത് എന്താണെന്ന് വെച്ചാൽ സീറോയിൽ ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ മൈനസ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് തന്നിരിക്കുന്ന ടേബിൾ, നമ്മൾ തന്നിരുന്നതല്ല, നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്ന ടേബിൾ എങ്ങനെയാണ് ഇവിടെ വരയ്ക്കുക എന്ന് നോക്കാം. ഇത്രയേ ഉള്ളൂ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് കേട്ടോ ഈ ബേസിക് കാര്യം പറയുന്നത്. ഇങ്ങനെയല്ല, നമ്മൾക്ക് അടുത്ത എക്സസൈസ് ക്വസ്റ്റ്യൻസ് ഒന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ക്ലിയർ ആയി തന്നെ പോകാം. യെസ്, എക്സ് 0 ആയപ്പോൾ അല്ലെ, എക്സിൻ്റെ വാല്യൂ 0 ആയിരുന്നപ്പോൾ ഈ വൈയുടെ വാല്യൂ അഥവാ പി ഓഫ് എക്സ് എന്ന് പറയുന്നത് എത്രയാണ്? -1 ആയി മാറി. ഓക്കെ, അപ്പോൾ മൈനസ് എന്ന് പറയുമ്പോൾ എന്താണ്? താഴേക്കാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ എക്സിൻ്റെ വാല്യൂ 0, എക്സിൻ്റെ വാല്യൂ 0 എന്താ? ഇവിടെയല്ലേ? ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചോ, ഇവിടെ നമ്മളിപ്പോൾ സ്കെയിലിൽ 1 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇവിടേക്കും 1 സെൻറ്റിമീറ്റർ. ഓക്കെ, അതറിയാലോ, കറക്റ്റ് അളവിൽ തന്നെ ആയിരിക്കണം കേട്ടോ എടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ എക്സിൻ്റെ വാല്യൂ 0 ആയിരുന്നു. ഓക്കെ, അപ്പോൾ എക്സിൻ്റെ വാല്യൂ 0 ആയപ്പോൾ പി ഓഫ് എക്സ് -1 ആണ് വന്നിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ മൈനസ് എന്ന് പറഞ്ഞാൽ താഴേക്കാണ്. ഓക്കെ, 0യിൽ നിന്ന് താഴേക്ക് ഒരു എന്താണ് പെർപെൻഡിക്കുലർ ആയിട്ട് എത്രയാ? 1 സെൻറ്റിമീറ്റർ അകലത്തിൽ എന്താണ് ഒരു ലൈൻ വരക്കാം. ഓക്കെ, യെസ്. ഇനി സെക്കൻഡ് വൺ നോക്കാം. എക്സ് 1 ആയപ്പോൾ പി ഓഫ് എക്സ് 1 ആയി. ഓക്കെ, എക്സ് 1 ആയി. എക്സ് 1 എന്ന് പറഞ്ഞാൽ ഇവിടെയല്ലേ എക്സിൻ്റെ വാല്യൂ വന്നിരിക്കുന്നത്? 1 ആയപ്പോൾ പി ഓഫ് എക്സ് 1 ആണ്, പോസിറ്റീവായി. പോസിറ്റീവ് ആണെങ്കിൽ എന്ത് ചെയ്യുക? മേളിലോട്ടാണ്, മേളിലേക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് സ്കെയിൽ കൊണ്ട് ഒരു ലൈൻ വരയ്ക്കുക, 1 സെൻറ്റിമീറ്റർ തന്നെ. ക്ലിയർ? ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് എക്സ് 2 ആയപ്പോൾ പി ഓഫ് എക്സ് 3 ആയി. എക്സ് 2 എന്ന് പറയുന്നത് എക്സിൻ്റെ വാല്യൂ എപ്പോഴും അല്ലേ നമ്മൾ ഈ ഒരു നിരയിലാണ് നമ്മൾ വരക്കുന്നത്. എക്സിൻ്റെ വാല്യൂ 2 ആയപ്പോൾ പി ഓഫ് എക്സ് എത്രയായി എന്നാണ് പറയുന്നത്? 3. അപ്പോൾ പോസിറ്റീവ് 3 ആണ്, മേളിലോട്ട് വരക്കാം. അപ്പോൾ 3 സെൻറ്റിമീറ്റർ പെർപെൻഡിക്കുലർ ആയിട്ട് എന്ത് ചെയ്യണം? മേളിലേക്ക് വരക്കണം. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് എക്സിൻ്റെ വാല്യൂ -1. ഓക്കെ, എക്സിൻ്റെ വാല്യൂ -1 എവിടെയാണ് വരുന്നത്? ഇതാ ഇവിടെയാണ് അല്ലേ? ഓക്കെ, എക്സിൻ്റെ വാല്യൂ -1 ആയപ്പോൾ പി ഓഫ് എക്സ് എത്രയാണ് വന്നത്? -3 ആണ്. -3 എന്ന് പറയുമ്പോൾ അവിടെ നിന്ന് താഴേക്ക് 3 സെൻറ്റിമീറ്റർ വരക്കണം, താഴേക്ക് 3 സെൻറ്റിമീറ്റർ വരക്കണം. ഓക്കെ ആണല്ലോ, സെറ്റ് ആണല്ലോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾക്ക് എന്ത് കിട്ടുന്നത്? നമ്മളുടെ ഗ്രാഫ് കിട്ടുന്നത്. കംപ്ലീറ്റ് ആയിട്ടില്ല. ഇവരുടെ ഈ ഒരു എഡ്ജസില്ലേ, ഈ ഒരു അറ്റങ്ങളില്ലേ, നമ്മൾ നീട്ടി വരച്ചിരിക്കുന്ന ഈ ഒരു അറ്റങ്ങൾ കണ്ടോ? ഇവരെ തമ്മിൽ എന്ത് ചെയ്യണം? ജോയിൻ ചെയ്ത് കൊടുക്കണം, അവരെ തമ്മിൽ യോജിപ്പിച്ച് കൊടുക്കണം. അപ്പോഴാണ്, അല്ലെങ്കിൽ ആ യോജിപ്പിച്ച് കിട്ടുന്ന ഈ വരയാണ് നമ്മളുടെ എന്ത്? പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2x - 1 എന്ന് പറയുന്ന പോളിനോമിയലിൻ്റെ എന്ത്? ഗ്രാഫ്. ക്ലിയർ ആയല്ലോ? ഓക്കെ ആണല്ലോ? യെസ്. അപ്പോൾ ഇതിൽ നിന്ന് എന്താ മനസ്സിലായത്? നമ്മൾ ഒരു പോളിനോമിയൽ, എന്ത് പോളിനോമിയൽ, ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ വരച്ച് കഴിഞ്ഞാൽ, അഥവാ ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലിൻ്റെ ഗ്രാഫ് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ഒന്നില്ലെങ്കിൽ ഇങ്ങോട്ടാവാം, ഒന്നില്ലെങ്കിൽ ഇങ്ങോട്ട് വരാം, എങ്ങോട്ട് വേണമെങ്കിലും വരാം. ഓക്കെ ആണല്ലോ? അപ്പോൾ ഈ രീതിയിലാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ് വരച്ച് പോകുന്നത്. ഓക്കെ, ഇനി നമ്മൾക്ക് ഒരു ഐഡിയ വന്നില്ലേ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്? ഓക്കെ, അപ്പോൾ നമ്മൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിലൊരു ക്വസ്റ്റ്യൻ നമ്മൾ ഒന്നിച്ച് ചെയ്യും, ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ തനിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, തനിച്ച് ചെയ്യാനായിട്ട് ഞാൻ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇട്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാലോ. വരക്കുന്നത് അതൊരു ഗ്രാഫ് പേപ്പറിൽ എങ്ങനെയാണ് വരക്കുന്നത് എന്നെല്ലാം നമ്മൾക്ക് എന്ത് ചെയ്യാം? പറഞ്ഞു പോകാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് താഴെ കൊടുത്തിരിക്കുന്ന 2 പോളിനോമിയലിൻ്റെ ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലാണ്, കാണുമ്പോൾ തന്നെ അറിയാം x⁻1 ആണ്. ഈ 2 പേരുടെയും എന്ത് കണ്ടുപിടിക്കണം? ഗ്രാഫ് വരക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇത് സിമ്പിളാണ്, ഇത് നിങ്ങൾ ഒന്ന് ചെയ്തു നോക്കാം. നമുക്ക് ഫസ്റ്റ് വൺ കണ്ടുപിടിക്കാം. എന്താ തന്നിരിക്കുന്നത്? പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു x-1. ഓക്കെ, എടുത്തെഴുതാലോ. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണെ. പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു x-1. ഇതാണ് നമ്മൾക്ക് തന്നിരിക്കുന്ന ബഹുപദം പി ഓഫ് എക്സ്. ഇതിൻ്റെ ഗ്രാഫ് വരക്കണം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഈ എക്സിന് പകരം എന്ത് കൊടുക്കുക? നെഗറ്റീവ്സും 0യും പോസിറ്റീവ് നമ്പേഴ്സും കൊടുത്തിട്ട് അതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. സെറ്റല്ലേ? അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ ഞാൻ എന്താ കൊടുക്കുന്നത്? ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എക്സ് ഇസ് ഈക്വൽ ടു 0. എക്സിന് പകരം എന്താ കൊടുക്കുന്നത്? 0 ആണ് കൊടുക്കുന്നത്. അപ്പോൾ പി ഓഫ് എക്സ് എത്ര വരും നോക്കാം. പി ഓഫ് എക്സ്, അപ്പോൾ എക്സിന് പകരം എന്താണ്? 0. പി ഓഫ് 0 വരും. ഈ എക്സിന് പകരം എന്തായി? 0 ആയി. അപ്പോൾ x-1 എന്ന് പറയുമ്പോൾ 0 - 1 ദാറ്റ് ഈസ് -1 തന്നെ ആൻസർ വന്നു. ഓക്കെ, വളരെ സിമ്പിളായി ചെയ്യാം കേട്ടോ. ഇത് ചെയ്യാൻ അറിയാവുന്നവരുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്ത് കണ്ടോളൂ കേട്ടോ, ഒരു കുഴപ്പമില്ല. എന്നിട്ട് നമുക്ക് ഫൈനൽ കറക്റ്റ് ആണോ, പെട്ടിയിൽ വരച്ചിരിക്കുന്നത് കറക്റ്റ് ആണെന്ന് മാത്രം ചെക്ക് ചെയ്താൽ മതി. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് x ഇസ് ഈക്വൽ ടു 1 കൊടുത്ത് നോക്കാം. അപ്പോൾ പി ഓഫ് എക്സിന് പകരം എന്താണ്? 1 ആണ്. പി ഓഫ് 1 ഇസ് ഈക്വൽ ടു x-1. എക്സിന് പകരം എത്രയാണ്? 1 ആണ്. 1 - 1 ദാറ്റ് ഈസ് 0 എന്ന് വന്നു. ഓക്കെ, സിമ്പിൾ അല്ലേ?
നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് എക്സിന് 2 കൊടുത്തു നോക്കാം. അപ്പോൾ പി ഓഫ് 2 കണ്ടുപിടിക്കാം. എക്സ് മൈനസ് 1 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2 മൈനസ് 1 എത്ര വന്നു? 1 വന്നു. ക്ലിയർ? ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് നെഗറ്റീവ് കൊടുക്കാം. പി ഓഫ് ആദ്യം എക്സ് ഇസ് ഈക്വൽ ടു -1, ദാറ്റ് ഈസ് പി ഓഫ് -1 ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എക്സ് മൈനസ് 1, എക്സിന് പകരം എത്രയാണ്? -1 മൈനസ് 1. ഓക്കെ, നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യുക? രണ്ടും സെയിം സൈൻ ആണെങ്കിൽ രണ്ട് പേരെയും തമ്മിൽ കൂട്ടിയിട്ട് സെയിം സൈൻ ഇട്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ രണ്ട് പേരെയും തമ്മിൽ കൂട്ടുമ്പോൾ എത്രയാണ് വരിക? രണ്ട് പേരെയും തമ്മിൽ കൂട്ടുമ്പോൾ 2 ആണ് വരുന്നത്. അവരുടെ സൈൻ എന്ന് പറയുന്നത് -2 ആണ്. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഇവരുടെ പി ഓഫ് എക്സ് വാല്യൂ കിട്ടുന്നത്. ഓക്കെ, ഇത്രയും മതി. ഒരു 4 പേരെ കണ്ടുപിടിച്ചു. നേരെ എന്താ ചെയ്യാൻ പോകുന്നത്? ഇവരെല്ലാവരെയും നമ്മൾ എന്തിലേക്ക് മാറ്റും? പെട്ടിയിലേക്ക് മാറ്റുന്നു. അപ്പോൾ നമുക്ക് ബോക്സ് വരച്ചേക്കാം. യെസ്, ബോക്സ് വരക്കാം. ഓക്കെ, ആദ്യം ഞാൻ എക്സ് വരച്ചു, ആൻഡ് ദെൻ പി ഓഫ് എക്സ്. അപ്പോൾ നമുക്ക് നോക്കിയേക്കാം. ഫസ്റ്റ് നമ്മൾ എക്സിന് 0 കൊടുത്തു. അപ്പോൾ പി ഓഫ് എക്സ് എത്ര വന്നു? -1 എന്ന് വന്നു. ഓക്കെ ആണല്ലോ? യെസ്. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് എക്സിന് 1 കൊടുത്തു. എക്സിന് 1 കൊടുത്തപ്പോൾ പി ഓഫ് എക്സ് എത്ര വന്നു? 0 വന്നു. ഇനി എക്സിന് 2 കൊടുത്തു. എക്സിന് 2 കൊടുത്തപ്പോൾ പി ഓഫ് എക്സ് എത്ര വന്നു? 1 വന്നു. ഇനി എക്സിന് -1 കൊടുത്തു. -1 കൊടുത്തപ്പോൾ പി ഓഫ് എക്സ് എത്ര വന്നു? -2 വന്നു. ഓക്കെ ആണല്ലോ? സെറ്റാണ്. അപ്പോൾ പെട്ടിയും റെഡിയായി. ഇനി എന്ത് ചെയ്യാം? ഈ പെട്ടി നോക്കിയിട്ട് നമ്മൾ എന്തിലേക്ക് വരക്കാം? ഗ്രാഫിലേക്ക് ഇവരെ വരച്ച് റെപ്രസെൻറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോഴാണ് നമ്മളുടെ ആൻസർ കംപ്ലീറ്റ് ആവത്തുള്ളൂ. അപ്പോൾ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് 2 ആക്സസ് വരക്കും. എക്സ് ആക്സസും വൈ ആക്സസും, എക്സ് അക്ഷവും വൈ അക്ഷവും വരക്കും. ഓക്കെ, അപ്പോൾ എക്സ് നമുക്ക് ഓൾറെഡി അറിയാം അല്ലേ? നമ്മൾ ഓൾറെഡി നമ്പർ ലൈൻ എല്ലാം എക്സ് ആണ് വരയ്ക്കുന്നത്. നമ്പർ ലൈൻ വരച്ചെല്ലാം നമുക്ക് പരിചയമുണ്ട്. അപ്പോൾ നമുക്ക് ഗ്രാഫ് പേപ്പർ അല്ലെ, നിങ്ങൾ ഇതിലായിരിക്കും അല്ലേ വരയ്ക്കുന്നത്? ഓക്കെ, അപ്പോൾ ഞാനും വരയ്ക്കാനായിട്ട് ഗ്രാഫ് പേപ്പർ എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. ഓക്കെ, ഗ്രാഫ് പേപ്പർ ഇല്ലെങ്കിലും മിസ് ആദ്യം പറഞ്ഞതുപോലെ സ്കെയിലിൽ എന്ത് ചെയ്യുക? 1 സെൻറ്റിമീറ്റർ വെച്ചിട്ട് അടയാളപ്പെടുത്തി വരച്ചാലും മതി. ഓക്കെ, അപ്പോൾ ഞാൻ എക്സ് വരച്ചേ. ഓക്കെ, എക്സ് വരച്ചു. എക്സ് ഡാഷ് എക്സ്. ദെൻ ഇനി വൈ വരക്കാൻ പോകുന്നു. വൈ എന്ന് പറയുന്നത് എന്താണ്? നേരെ. ഓക്കെ, നേരെയുള്ള ലൈനാണ്. നേരെ ഞാൻ വരക്കുന്നു. നേരെ വരച്ചു. കുറച്ച് ചരിഞ്ഞു പോയല്ലേ? കുഴപ്പമില്ല, ഒന്നുകൂടി ഞാൻ ട്രൈ ചെയ്ത് നോക്കട്ടെ. ഓക്കെ, യെസ്. ഓക്കെ, കുഴപ്പമില്ല. വൈയും വരച്ചു. ഓക്കെ ആണല്ലോ? യെസ്. ഈ പോയിന്റ് എന്ന് പറയുന്നത് കൂട്ടിമുട്ടുന്ന അവിടെ എത്രയാണ്? 0 ആണെന്നറിയാം. ഓക്കെ, ഈ 0യിൽ നിന്ന് റൈറ്റ് സൈഡിലേക്ക് എക്സിൻ്റെ വാല്യൂ എന്താണ്? പോസിറ്റീവ് ആണ്. ലെഫ്റ്റിലേക്ക് നെഗറ്റീവ് ആണെന്ന് അറിയാം. ഞാനപ്പോൾ വരക്കാൻ പോകുന്നു. നമ്മൾ എത്ര സെൻറ്റിമീറ്റർ ആണോ ഇവിടെ എടുക്കുന്നത് അത്ര തന്നെ ആയിരിക്കണം കേട്ടോ എല്ലായിടത്തും എടുക്കേണ്ടത്. ഓക്കെ, ഞാനിവിടെ കുറച്ചുകൂടി വലുതാക്കിയാണ് എടുത്തിരിക്കുന്നത്. ആകെ 2-3 ആളുകളല്ലേ ഉള്ളൂ. ഓക്കെ, ഇവിടേക്ക് വരക്കുമ്പോൾ -1, -2, -3. ഓക്കെ, ഇനി മേളിലേക്ക് വരക്കുമ്പോൾ നമ്മൾ പറഞ്ഞു പോസിറ്റീവാണ്. 1, 2, 3. ഓക്കെ, താഴേക്ക് വരക്കുമ്പോൾ എന്താണ്? നെഗറ്റീവാണ് അല്ലേ? ഞാൻ ഒന്നുകൂടി ആദ്യം ചെയ്ത ക്വസ്റ്റ്യൻ നോക്കാം. താഴേക്ക് നെഗറ്റീവ് വന്നപ്പോൾ താഴേക്കല്ലേ നമ്മൾ വരച്ചത്? അപ്പോൾ നമുക്ക് താഴേക്ക് വരക്കാം. താഴേക്ക് -1, -2, -3. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ? ഓക്കെ, അപ്പോൾ എല്ലാം റെഡി അല്ലേ? യെസ്, ടേബിളും റെഡിയാണ്. ആ ടേബിളിൽ നോക്കി വരയ്ക്കേണ്ട ഗ്രാഫും റെഡിയാണ്. ഓക്കെ, ഇനി ഇതെങ്ങനെയാണ് വരക്കുന്നത് എന്ന് കൂടി നമുക്ക് റെഡിയാക്കാം. സെറ്റാണല്ലോ? റെഡിയല്ലേ? എക്സ് 0 ആയിരുന്നപ്പോൾ എന്താണ്? എക്സിൻ്റെ വാല്യൂ 0 ആയപ്പോൾ പി ഓഫ് എക്സ് -1 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എക്സ് എന്ന് പറയുന്നത് എവിടെയാണ്? ഇങ്ങനെയാണ് പോകുന്നത്. എക്സിൻ്റെ വാല്യൂ 0 എന്ന് പറയുന്നത് ഇവിടെയാണ്. എക്സ് 0 ആയപ്പോൾ എന്താണ്? വൈയുടെ വാല്യൂ -1. അപ്പോൾ 0 താഴേക്കല്ലേ -1 വരിക? -1 എക്സിൻ്റെ 0 താഴെ ഇവിടെയാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അവിടെയാണ് ആ പോയിന്റ് വന്നിരിക്കുന്നത്. ഇനി എക്സ് 1 ആയിരുന്നപ്പോൾ വൈ 0 ആയി. എക്സ് 1 ആയപ്പോൾ വൈ 0 ആയി. എക്സ് 1 വരുന്നത് എവിടെയാണ്? ഇവിടെയാണ്. എക്സ് 1 വന്നപ്പോൾ വൈ 0 എന്ന് പറഞ്ഞാൽ അവിടെ തന്നെയല്ലേ അല്ലേ? മേലോട്ട് പോയി കഴിഞ്ഞാൽ 1, 2, 3, 4 ആയി. താഴേക്ക് പോയി കഴിഞ്ഞാൽ -1, -2, -3 ആയി അല്ലേ? അപ്പോൾ അവിടെ തന്നെയാണ് നേരെ 0ന് നേരെയാണ് വരച്ചിരിക്കുന്നത്. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് എക്സ് 2 ആയപ്പോൾ പി ഓഫ് എക്സ് 1 ആയി. എക്സ് 2 ആവുന്നത് ഇവിടെയാണേ. 2 ആയപ്പോൾ പി ഓഫ് എക്സ് 1 ആയി. ഇവിടെ നേരെ 1ന് നേരെ വരച്ചു. കണ്ടോ? 1ന് നേരെ വന്നു. കണ്ടോ? ഓക്കെ ആണല്ലോ? എന്താണ്? എക്സ് 2 ആയി. 2 എന്ന് പറയുമ്പോൾ ആ നിരയിലെ 2
2ൽ നിന്ന് 1ലേക്ക് വരക്കാം. 1ൻ്റെ നേരെ എത്തുമ്പോൾ സ്റ്റോപ്പ് ചെയ്യുക. ദാ ഇവിടെയാണ് നമ്മളുടെ പോയിന്റ് വരിക. ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് വൺ, എക്സ് -1 ആയപ്പോൾ എന്താണ് പി ഓഫ് എക്സ് -2 ആയി. എക്സ് -1 വരുന്നത് എവിടെയാണ്? ഇങ്ങോട്ടേക്കാണ് അല്ലേ. ഇതാ എക്സ് -1 വരുന്നത് ഇവിടെയാണ്. -1 ആയപ്പോൾ പി ഓഫ് എക്സ് -2 ആയി. മൈനസ് താഴേക്കല്ലേ നമ്മൾ അവിടെ നിന്ന് വരക്കേണ്ടത്. ഇവിടെ നേരെ താഴേക്ക് വരക്കാം. -2ൻ്റെ നേരെ എത്തുമ്പോൾ ദാ സ്റ്റോപ്പ് ചെയ്തു. ദാ ഇവിടെയാണ് ആ പോയിന്റ് വന്നിരിക്കുന്നത്. ഓക്കെ, ദാ ഇത്രയേ ഉള്ളൂ. ഇനി എന്ത് ചെയ്യുക? ഈ എല്ലാ പോയിന്റ്സ് തമ്മിൽ ജോയിൻ ചെയ്ത് കൊടുത്താൽ പോരെ. ദാ എല്ലാവരെയും തമ്മിൽ ഞാൻ ദാ ജോയിൻ ചെയ്ത് കൊടുത്തു. ഓക്കെ ആണല്ലോ. ജോയിൻ ചെയ്ത് കൊടുത്തു. നമ്മൾ വരച്ചിരിക്കുന്ന പോളിനോമിയലിൻ്റെ പേരും എഴുതാൻ മറക്കരുത്. പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് -1. പി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് -1. ഓക്കെ, ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ അല്ലേ? ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? നമുക്ക് എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? ക്വസ്റ്റ്യനിൽ പി ഓഫ് എക്സ് തന്നിട്ട് പറയും എന്താണ്, ഗ്രാഫിക്കലി റെപ്രസെൻറ്റ് ചെയ്യും അല്ലെങ്കിൽ ഗ്രാഫായിട്ട് ഈ പോളിനോമിയൽ വരക്കാൻ പറയുമ്പോൾ എന്ത് ചെയ്യണം? ആദ്യം പി ഓഫ് എക്സിന് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 0യും നെഗറ്റീവും പോസിറ്റീവും ഒക്കെ വാല്യൂസ് കൊടുത്തിട്ട് എക്സിന് വാല്യൂസ് കൊടുത്തിട്ട് പി ഓഫ് എക്സ് കണ്ടുപിടിക്കണം. ഓക്കെ, പി ഓഫ് എക്സ് കണ്ടുപിടിച്ചതിന് ശേഷം ആ വാല്യൂസ് എല്ലാം എക്സിന് കൊടുത്തപ്പോൾ പി ഓഫ് എക്സ് എത്ര കിട്ടി എന്നെല്ലാം നമ്മൾ എന്ത് ചെയ്യും? പെട്ടിയിലാക്കുന്നു. പെട്ടിയിലാക്കിയതിന് ശേഷം ഗ്രാഫ് വരക്കുന്നു. ഗ്രാഫിലേക്ക് നേരെ എന്ത് ചെയ്യുന്നു? പെട്ടിയിലുള്ള കാര്യങ്ങൾ മാർക്ക് ചെയ്യുന്നു. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മാറിപ്പോകാൻ ചാൻസ് ഉള്ളത്, ഈ രണ്ടുപേരെയും നിങ്ങൾക്ക് മാറിപ്പോകാൻ ചാൻസ് ഉണ്ട്. നേരെ മനസ്സിലേക്ക് കൊണ്ടുവരാം, എക്സ് എന്ന് പറയുന്നത് നേരെയുള്ള ആളാണ്. ഓക്കെ, വൈ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, വൈ എഴുതുമ്പോൾ തന്നെ ഇങ്ങനെയല്ലേ വരിക, ഇങ്ങനെയല്ലേ ഇതാ. ഓക്കെ, അപ്പോൾ എന്താണ് നേരെയുള്ള വരെയാണ്. ഓക്കെ, പി ഓഫ് എക്സ്. അപ്പോൾ പിന്നെ എന്താ ഈ തന്നിരിക്കുന്ന കാര്യങ്ങൾ, ഇപ്പോൾ 1ൽ നിന്നാണ് 0 വന്നിരിക്കുന്നത് അല്ലെങ്കിൽ 2ൽ നിന്നാണ് 1 വന്നിരിക്കുന്നത്. അപ്പോൾ 2 എക്സിൻ്റെ എവിടെയാണോ ഇവിടെയാണ്. അവിടെ നിന്ന് 1ലേക്ക്, 1 എന്ന് പറഞ്ഞാൽ മേളിലോട്ടാണ്. ഓക്കെ, ഇവിടെ നമ്മൾ ഓൾറെഡി അടയാളപ്പെടുത്തിയിട്ടുണ്ടാവും. ആ 1ൻ്റെ നേരെ വരുമ്പോൾ അവിടെ സ്റ്റോപ്പ് ചെയ്യുക. ഓക്കെ, ഈ രീതിയിൽ എന്ത് ചെയ്യുക? ഗ്രാഫ് വരയ്ക്കേണ്ടത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഫസ്റ്റ് സെക്ഷനിലുള്ളത്. ഓക്കെ, ഇനി സെക്കൻഡ് സെക്ഷൻ എന്തെന്ന് വെച്ചാൽ, സെക്കൻഡ് സെക്ഷൻ വരുന്നത് നമ്മൾക്ക് ഒരു പോളിനോമിയൽ, ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിൻ്റെ ഗ്രാഫ് തന്നിട്ട് നമ്മളോട് എന്ത് കണ്ടുപിടിക്കാൻ പറയും? സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിൻ്റെ ഗ്രാഫ് തന്നിട്ട് നമ്മളോട് പറയും ഈ പോളിനോമിയൽ കണ്ടുപിടിക്കാൻ. ഇത്രയേ ഉള്ളൂ. ദാ ഈ ഗ്രാഫ് നമുക്ക് ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും. എന്നിട്ട് ദാ ഈ ഒരു പോളിനോമിയൽ കണ്ടുപിടിക്കാൻ പറയും. ഓക്കെ, ഇപ്പോൾ ചെയ്തതിന് നേരെ തിരിച്ച് ചെയ്യാൻ പറയും. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് നോക്കാം. യെസ്, അപ്പോൾ ഇവിടെയും നമ്മൾ ഫസ്റ്റ് ഡിഗ്രിയുടെ തന്നെ നോക്കാം കേട്ടോ. അതിനുശേഷം നമുക്ക് സെക്കൻഡ് ഡിഗ്രിയിലേക്ക് പോകാം. യെസ്, അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് തന്നെ നോക്കാം. ദാ ഇവിടെ ഓൾറെഡി ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഫൈൻഡ് ദി പോളിനോമിയൽസ്. ഓക്കെ, അപ്പോൾ കുറച്ചധികം ക്വസ്റ്റ്യൻ ഉണ്ട്. അതിലൊരു ക്വസ്റ്റ്യൻ മാത്രമാണ് നമ്മളിന്ന് ഇപ്പോൾ ചെയ്യുന്നത് കേട്ടോ. ഒരു പോളിനോമിയലിൻ്റെ ഗ്രാഫ് തന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് പി ഓഫ് എക്സ് എത്ര എന്നാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ റെഡി ആണല്ലോ എല്ലാവരും? ഇത്രയേ ഉള്ളൂ. ഇത് കാണുമ്പോൾ തന്നെ അറിയാം ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ്. അപ്പോൾ ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ ആണത്. ഓക്കെ, അപ്പോൾ പി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എന്താണ് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ? ax പ്ലസ് ബി. ഇതല്ലേ ജനറൽ ഫോം എന്ന് പറയുന്നത്. എയും ബിയും ഏതോ നമ്പറാണ്, എക്സിൻ്റെ പവർ 1 ആണ്. ഇതാണ് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലിൻ്റെ ജനറൽ ഫോം. ഓക്കെ, ഇനി നമ്മൾക്ക് ഇവിടെ തന്നിരിക്കുന്ന ഡാറ്റ നോക്കിക്കഴിഞ്ഞാൽ എക്സിൻ്റെ വാല്യൂ 0 ആയപ്പോൾ അല്ലേ, എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ വാല്യൂ 0 ആയപ്പോൾ പി ഓഫ് എക്സ് 0ൽ നിന്ന് നേരെ വന്നിരിക്കുന്ന ലൈൻ എവിടെയാണ്? -2. പി ഓഫ് എക്സിൻ്റെ വാല്യൂ -2 വന്നു. ഇതാണ് ഗ്രാഫിൽ നിന്ന് മനസ്സിലായത്. നമ്മളിപ്പോൾ വരച്ചതിൻ്റെ നേരെ തിരിച്ച്. ഇനി എക്സിൻ്റെ വാല്യൂ 2 വന്നപ്പോൾ പി ഓഫ് എക്സിൻ്റെ വാല്യൂ എവിടെയാണ്? അവിടെ തന്നെയല്ലേ, എന്ന് പറഞ്ഞാൽ ദാ 0ന് നേരെയല്ലേ പി ഓഫ് എക്സ് 0 അല്ലേ വന്നിരിക്കുന്നത്. ഓക്കെ ആണല്ലോ. നേരെ തിരിച്ചു നോക്കാം കേട്ടോ. ഇവനെ ഇവിടെ നിന്നൊക്കെ ജോയിൻ ചെയ്ത് കൊടുക്കാം. -1 ഒക്കെ എടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാണ്? ഇപ്പോൾ നമ്മൾ എപ്പോഴും ഈസി ആയിട്ട് 0 വരുന്നതാണ് എടുക്കുന്നത്. അപ്പോൾ കാൽക്കുലേഷൻസ് കുറച്ചുകൂടി ഈസി ഉണ്ടാവും. അതുകൊണ്ടാണ് ഈ രണ്ട് പേരെയും നമ്മൾ എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഗ്രാഫ് നോക്കിയിട്ട് അല്ലേ, എക്സ് എന്താണ് ഇവിടെ ഇപ്പോൾ 3 ആണ് വന്നിരിക്കുന്നത്. എക്സ് 3 വന്നപ്പോൾ പി ഓഫ് എക്സ് എത്രയാണ് വന്നത്? നേരെ നോക്കുമ്പോൾ 1ന് നേരെയാണ്. പി ഓഫ് എക്സ് 1 ആയിരുന്നു വന്നത്. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും എടുക്കാം, ഏത് വേണമെങ്കിലും എടുക്കാം. 0 എടുത്തു കഴിയുമ്പോൾ കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് മിസ് 0 ആണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഗ്രാഫ് നോക്കിയപ്പോൾ രണ്ട് കാര്യങ്ങൾ നമ്മൾക്ക് ക്ലിയർ ആയി. ഓക്കെ, അപ്പോൾ ഞാനത് എടുത്ത് എഴുതുന്നുണ്ട്. പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എ എക്സ് പ്ലസ് ബി ആണ് നമ്മളുടെ എന്ത് ജനറൽ ഫോം. ഇതിൽ പി ഓഫ് എക്സിന് പകരം ഈ എക്സിന് പകരം 0 കൊടുത്തു. അപ്പോൾ നമുക്ക് നോക്കാം. പി ഓഫ് 0 കൊടുത്തു കഴിഞ്ഞപ്പോൾ വാല്യൂ എത്രയാണ് വന്നത്? പി ഓഫ് എക്സ് -2 ആണ്. അപ്പോൾ -2 ആണ് പി ഓഫ് 0 കൊടുത്തപ്പോൾ എന്ത് വന്നത്? വാല്യൂ വന്നതെന്ന് പറഞ്ഞു. ഓക്കെ, ഇത് നേരെ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ദാറ്റ് ഈസ് എ ഇൻറ്റു എക്സിന് പകരം എത്രയാണ്? 0. എ ഇൻറ്റു 0
പ്ലസ് ബി ചെയ്തപ്പോൾ -2 കിട്ടി എന്നല്ലേ അതിനർത്ഥം? പി ഓഫ് 0 -2 ആണെന്ന് അർത്ഥം എന്താണ്? എ എക്സ് പ്ലസ് ബിയിൽ എക്സിന് പകരം എന്താണ് 0 കൊടുത്തപ്പോൾ -2 കിട്ടി. ദാറ്റ് ഈസ് എ ഇൻറ്റു 0 0, 0 പ്ലസ് ബി ഈസ് ഈക്വൽ ടു -2. therefore b is equal to എത്ര വന്നു? -2 വന്നു. ഓക്കെ ആണല്ലോ, സെറ്റ് ആണല്ലോ. അപ്പോൾ നമ്മളുടെ ബിയുടെ വാല്യൂ നമ്മൾക്ക് കിട്ടി. ഓക്കെ, ഇനി എന്തിൻ്റെയും കൂടി കണ്ടുപിടിക്കാനുണ്ട്? എയുടെ വാല്യൂ കൂടി കണ്ടുപിടിക്കാനുണ്ട്. അതിനുള്ള ക്ലൂവും നമുക്ക് തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യാം? പി ഓഫ് 2 നമ്മൾക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ സെക്കൻഡ് വൺ എന്ന് പറയുന്നതാണ് പി ഓഫ് 2. ഈ എക്സിന് പകരം എന്ത് കൊടുത്തു? 2 കൊടുത്തു കഴിഞ്ഞപ്പോൾ പി ഓഫ് എക്സ് 0 ആയി. അത് ഗ്രാഫിൽ നിന്ന് മനസ്സിലാക്കിയതാണ് കേട്ടോ ആദ്യം എഴുതിയത്. അപ്പോൾ നമുക്ക് പി ഓഫ് 2 കൊടുത്തപ്പോൾ എന്ത് വന്നു എന്നാണ് പറയുന്നത്? 0 വന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ പി ഓഫ് 2 എന്ന് പറഞ്ഞാൽ ഈ പി ഓഫ് എക്സിൽ എക്സിന് പകരം എത്രയാണ്? 2 കൊടുത്തു നോക്കാം. അപ്പോൾ എ ഇൻറ്റു 2 പ്ലസ് ബി ചെയ്തപ്പോഴാണ് എന്ത് വന്നതെന്ന് പറയുന്നത്? 0 വന്നതെന്ന് നമുക്ക് മനസ്സിലായത്. ഓക്കെ, ദാറ്റ് ഈസ് 2 ഇൻറ്റു എ എന്ന് പറയുന്നത് 2a പ്ലസ് ബി ആണ് 0. ഓക്കെ, ദാറ്റ് ഈസ് 2a പ്ലസ് ബിയുടെ വാല്യൂ എത്രയാണ്? നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചല്ലോ, -2. അപ്പോൾ ഇവിടുത്തെ ബിക്ക് പകരം ഞാൻ -2 എന്ന് കൊടുക്കുന്നുണ്ട്, ഈസ് ഈക്വൽ ടു 0. ഓക്കെ, യെസ്, ദാറ്റ് ഈസ് 2a. ഈ പ്ലസും മൈനസും തമ്മിൽ ചേരുമോ? ഇല്ല. അതെന്തായി മാറും? -2 ഈസ് ഈക്വൽ ടു 0 എന്നായി മാറും. ദാറ്റ് ഈസ് 2a ഈസ് ഈക്വൽ ടു, ഇതാ നോക്കാം, -2 എന്നുള്ളത് ഈക്വൽ ടു അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്തായി മാറും? +2 ആയി മാറും. ഇതിൽ നിന്ന് ഇനി എ കണ്ടുപിടിക്കാലോ. എനെ ഞാൻ അവിടെ തന്നെ നിർത്തി. 2 ഇവിടെ ഓൾറെഡി ഉണ്ട്. ഇൻറ്റു 2, എയുടെ കൂടെയുള്ള ഇൻറ്റു 2 ഈക്വൽ ടു അപ്പുറത്തേക്ക് പോകുമ്പോൾ /2 ആയി മാറി. ദാറ്റ് ഈസ് എ ഈസ് ഈക്വൽ ടു 2/2 എത്ര വന്നു? 1 എന്ന് വന്നു. ക്ലിയർ ആണല്ലോ, ഓക്കെ ആണല്ലോ. ഇപ്പോൾ നോക്കിക്കേ, എ എക്സ് പ്ലസ് ബി ആണ് നമ്മളുടെ ജനറൽ ഫോം. ഇവനെയാണ് കണ്ടുപിടിക്കാൻ തന്നിരുന്നത്. എയുടെ വാല്യൂവും കിട്ടി, ബിയുടെ വാല്യൂവും കിട്ടി. നേരെ എ എക്സ് പ്ലസ് ബിയിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ. യെസ്, ദാറ്റ് ഈസ് പി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എ എക്സ് പ്ലസ് ബി. ഓക്കെ, എക്ക് പകരം എത്രയാണ്? 1 ഇൻറ്റു എക്സ് പ്ലസ് ബി എത്രയാണ്? -2. ദാറ്റ് ഈസ് 1 ഇൻറ്റു എക്സ് എക്സ് ആണ്. ഈ പ്ലസും മൈനസും ചേരോ? ഇല്ല, -2 എന്ന് വന്നു. ഇതാണ് എന്ത്? നമ്മളുടെ പി ഓഫ് എക്സ്. അപ്പോൾ എന്താ മീൻ ചെയ്യുന്നത്? പി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു x-2 എന്ന് പറയുന്ന ഗ്രാഫാണ് നമ്മൾ ദാ ഇവിടെ വരച്ചിരിക്കുന്നത്. ക്ലിയർ ആണല്ലോ? പി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു x-2 എന്ന് പറയുന്ന ഗ്രാഫാണ് നമ്മളിവിടെ വരച്ചിരിക്കുന്നത്. സെറ്റ് അല്ലേ? ഇത്രയാണ് നമ്മൾക്ക് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലിൽ വരുന്നത്. അപ്പോൾ നമ്മൾക്ക് ഒത്തിരി ക്വസ്റ്റ്യൻസ് ഇത് ബേസ് ചെയ്തിട്ടുണ്ട്. പല എന്താണ് സബ് ക്വസ്റ്റ്യൻസും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിലെ സെലക്റ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇതേ പാറ്റേണിലാണ് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസും ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ തന്നിട്ട് ഗ്രാഫ് വരക്കാനും പഠിച്ചു. ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലിൻ്റെ ഗ്രാഫ് തന്നിട്ട് പോളിനോമിയൽ കണ്ടുപിടിക്കാനും പഠിച്ചു. ഈ രണ്ട് കാര്യങ്ങളും സെറ്റ് ആയല്ലോ, ഓക്കെ ആണല്ലോ? യെസ്. അപ്പോൾ ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് നമുക്ക് സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ കൂടി നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. ഓക്കെ ആണല്ലോ? യെസ്. അപ്പോൾ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ തന്നിട്ട് എന്താണ് ഗ്രാഫ് വരക്കാൻ പറയുമ്പോൾ എങ്ങനെയാണ്, അതുപോലെ തന്നെ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിൻ്റെ ഗ്രാഫ് തന്നിട്ട് എങ്ങനെയാണ് ആ പോളിനോമിയൽ ബഹുപദം എഴുതുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിൻ്റെ ജനറൽ ഫോം ഓൾറെഡി നമ്മൾ പറഞ്ഞു പോയതാണ്. അപ്പോൾ നമുക്ക് ഒന്നുകൂടി ഒന്ന് ഓർത്തേക്കാം. എന്താണ്? പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എന്താണ്? എക്സിൻ്റെ പവർ സെക്കൻഡ് ഡിഗ്രി ആയതുകൊണ്ട് 2 ആയിരിക്കും. അപ്പോൾ x² പ്ലസ് ബി എക്സ് പ്ലസ് സി, ഇതാണ് നമ്മൾ ജനറൽ ഫോമായിട്ട് പഠിച്ചത് അല്ലേ? ഓക്കെ, അപ്പോൾ ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ തന്നിട്ട് ആ ഒരു പോളിനോമിയലിൻ്റെ ഗ്രാഫ് വരക്കാൻ പറഞ്ഞാൽ എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഡിഗ്രി എല്ലാം സെറ്റ് ആയല്ലോ. യെസ്, ഗ്രാഫ് തന്നിട്ട് പോളിനോമിയൽ തന്നിട്ട് ഗ്രാഫും സെറ്റായി. ഇതും കൂടി സെറ്റാക്കാൻ പോകുന്നു. സെക്കൻഡ് ഡിഗ്രി തന്നിട്ട് പോളിനോമിയൽ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ തന്നിട്ട് ഗ്രാഫും, ഇനി സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിൻ്റെ ഗ്രാഫ് തന്നിട്ട് പോളിനോമിയൽ എഴുതാനും നമ്മൾ പഠിക്കാൻ പോകുന്നു. അപ്പോൾ ആദ്യം നമ്മൾക്ക് എന്താ, ഒരു പോളിനോമിയൽ തന്നിട്ട് സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ തന്നിട്ട് എങ്ങനെയാണ് അവൻ്റെ ഗ്രാഫ് വരക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. യെസ്, പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ജനറൽ ഫോം ഒന്നുകൂടി എഴുതിയേക്കാം, ax² പ്ലസ് ബി എക്സ് പ്ലസ് സി. ഓക്കെ, ഇതാണ് നമ്മളുടെ എന്ത് ജനറൽ ഫോമായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സിമ്പിളായിട്ടൊരു സെക്കൻഡ് ഡിഗ്രി തന്നേക്കാം, x². ഓക്കെ,
എച്ച് സ്ക്വയർ എന്ന് പറയുന്ന ഈ ഒരു പോളിനോമിയലിൻ്റെ എന്ത് കണ്ടുപിടിക്കണം? ഗ്രാഫ് വരക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. സ്റ്റാർട്ട് ചെയ്യാലോ? യെസ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ഈ എക്സിന് പകരം ഓരോ വാല്യൂസും എന്ത് ചെയ്യുന്നു? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുന്നു. അപ്പോൾ പി ഓഫ് 0 ഐശ്വര്യമായിട്ട് നമുക്ക് 0യിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? 0 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്ര തന്നെയാണ്? 0 തന്നെയാണ്. ഓക്കെ. പി ഓഫ് 1 എത്രയാണ്? 1 സ്ക്വയർ. എക്സിന് പകരം എച്ച് സ്ക്വയറിന് പകരം എന്താണ്? 1 സ്ക്വയർ, ദാറ്റ് ഈസ് 1. പി ഓഫ് 2 2ന് പകരം എക്സിന് പകരം 2 സ്ക്വയർ, ദാറ്റ് ഈസ് 4. പി ഓഫ് 3 ഈസ് ഈക്വൽ ടു 3 സ്ക്വയർ, 3 × 3 9. ഓക്കെ. അതുപോലെ തന്നെ ഇനി മൈനസ് കൂടി നമുക്ക് നോക്കിയേക്കാം. പി ഓഫ് -1 ഈസ് ഈക്വൽ ടു -1 ദി ഹോൾ സ്ക്വയർ. നമുക്കറിയാം ഏതൊരു മൈനസ് നമ്പറിൻ്റെയും സ്ക്വയർ എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും അല്ലേ? -1 × -1 1 × 1 1 തന്നെയാണ്. മൈനസ് ഇൻറ്റു മൈനസ് എന്തായി മാറും? പോസിറ്റീവായി മാറും. ഇനി പി ഓഫ് -2 എന്ന് പറയുന്നത് എത്രയാണ്? അതും -2 ദി ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4 ആണ്. ഓക്കെ. മൈനസ് ഇൻറ്റു മൈനസ് പോസിറ്റീവായി 2 × 2 4 എഴുതി. ദെൻ പി ഓഫ് -3 എന്ന് പറയുന്നത് എത്രയാണെന്ന് നോക്കാം. പി ഓഫ് -3 ഈസ് ഈക്വൽ ടു -3 ദി ഹോൾ സ്ക്വയർ, ദാറ്റ് ഈസ് 9 എന്ന് തന്നെ വന്നു. ഓക്കെ. സിമ്പിളായി നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇനി എന്ത് ചെയ്യണം? സെക്കൻഡ് സ്റ്റെപ്പ് എന്താണ്? ഇവരെല്ലാവരെയും പെട്ടിയിലേക്ക് ആക്കാം, ബോക്സിലേക്ക് മാറ്റാം. ഓക്കെ. യെസ്. അപ്പോൾ ഇവരെല്ലാവരെയും പെട്ടിയിലേക്ക് മാറ്റാൻ പോകുന്നു. ഇത് കുറച്ച് വലിയ പെട്ടി വേണ്ട വരും. ഓക്കെ. യെസ്. ഓക്കെ. ദാ ഫസ്റ്റ് വൺ എക്സിൻ്റെ വാല്യൂ, നെക്സ്റ്റ് വൺ പി ഓഫ് എക്സിൻ്റെ വാല്യൂ. ഓക്കെ. അപ്പോൾ നമുക്ക് കൊടുത്തിരിക്കുന്ന വാല്യൂസ് എല്ലാം ഇവിടേക്ക് എടുത്ത് എഴുതാം. അപ്പോൾ അത് നമുക്ക് നെഗറ്റീവിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. -3. ഓക്കെ. -3 കൊടുത്തപ്പോൾ പി ഓഫ് എക്സ് 9 വന്നു. ഇനി -2 കൊടുത്തപ്പോൾ പി ഓഫ് എക്സ് 4 വന്നു. -1 കൊടുത്തപ്പോൾ പി ഓഫ് എക്സ് 1 വന്നു. ഇനി 0 നോക്കാം അല്ലേ? ആ ഓർഡറിൽ തന്നെ പോവാം കേട്ടോ. 0 കൊടുത്തപ്പോൾ 0 തന്നെ വന്നു. 1 കൊടുത്തപ്പോൾ 1 വന്നു. ദെൻ 2 കൊടുത്തപ്പോൾ 2 വന്നു. ഓക്കെ. ഒരു പെട്ടി കൂടി വേണം. ദെൻ 3 കൊടുത്തപ്പോൾ 9 വന്നു. ഓക്കെ. 2 കൊടുത്തപ്പോൾ 2 അല്ല, 2 കൊടുത്തപ്പോൾ 4 വന്നു. ഓക്കെ. സെറ്റാണല്ലോ? ഓക്കെ. അപ്പോൾ നമ്മൾ പെട്ടിയെല്ലാം വരച്ചു. ഇനി ഇത് സെയിം തന്നെയാണ് നമ്മൾ നേരത്തെ ഫസ്റ്റ് ഡിഗ്രിയിൽ ചെയ്തതുപോലെ തന്നെയാണ്. ആദ്യം പോയിന്റ്സ് എല്ലാം മാർക്ക് ചെയ്ത് നമുക്ക് ജോയിൻ ചെയ്യാം. പക്ഷേ ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. ഇവിടെ സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കില്ല കിട്ടുന്നത്. ഓക്കെ. അപ്പോൾ ഇവിടെ എന്ത് ഷേപ്പാണ്? സ്ട്രെയിറ്റ് ലൈൻ അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും വരിക എന്ന് നമുക്ക് വരച്ച് തന്നെ ഈ ഒരു ക്വസ്റ്റ്യനിൽ വരച്ച് തന്നെ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് വീണ്ടും നമ്മുടെ ഗ്രാഫിലേക്ക് തന്നെ പോയേക്കാം. യെസ്. അപ്പോൾ ആ ഗ്രാഫ് ഒന്നുകൂടി ഞാൻ എടുക്കുന്നുണ്ട്. ഇതിൽ തന്നെ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ യെസ്, നമുക്ക് തന്നിരിക്കുന്ന എന്താണ് ആ ബോക്സ് മിസ് ഇവിടേക്ക് എടുത്ത് വരക്കാം. അല്ലെങ്കിൽ നമ്മൾക്ക് ഇടയ്ക്കിടയ്ക്ക് മാറി മാറി പോകണ്ടല്ലോ. ഓക്കെ. അപ്പോൾ പെട്ടി ഇത്രയാണ്. എക്സിൻ്റെ വാല്യൂവും പി ഓഫ് എക്സിൻ്റെ വാല്യൂവും മിസ് ഒന്ന് എഴുതിയേക്കാം. എക്സ് പി ഓഫ് എക്സ്. ഓക്കെ. എക്സ് എന്ന് പറയുന്നത് -3 ആയപ്പോൾ 9 വന്നു. -2 ആയപ്പോൾ 4 വന്നു. ഇനി -1 ആയപ്പോൾ 1 വന്നു. 0 ആയപ്പോൾ 0 തന്നെ വന്നു. 1 വന്നപ്പോൾ 1 വന്നു. 2 വന്നപ്പോൾ 4 വന്നു. 3 വന്നപ്പോൾ 9 വന്നു. ഓക്കെ. ഇതേ രീതിയിലാണ് നമ്മൾ എന്താ ചെയ്തത്? കണ്ടുപിടിച്ചത്. ഓക്കെ. അത് ജസ്റ്റ് ഒന്ന് ഇവിടേക്ക് എഴുതിയെന്നേ ഉള്ളൂ. ഇനി ഇവരെ എന്ത് ചെയ്യാം? ഈ ഒരു ഗ്രാഫിലേക്ക് വരക്കാം. നമ്മൾ സാധാരണ ചെയ്യുന്ന പ്രൊസീജിയർ ആദ്യം എന്ത് ചെയ്യുക? എക്സും വൈയും എല്ലാം വരക്കാം അല്ലേ? എക്സിൻ്റെ വാല്യൂസ് നമുക്ക് എഴുതാനുണ്ട്, വൈയുടെ വാല്യൂസ് നമുക്ക് എഴുതാനുണ്ട്. ഓക്കെ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അവനാണ്. അപ്പോൾ എപ്പോഴും നോക്കാം, ഇവിടെ +9 ആണ് വന്നിരിക്കുന്നത്. നെഗറ്റീവ്സ് അധികം വന്നിട്ടില്ല അല്ലേ? പി ഓഫ് എക്സ്. അപ്പോൾ നമുക്ക് കുറച്ച് താഴ്ത്തി വരക്കാം. കാരണം പോസിറ്റീവ് എന്ന് പറയുമ്പോൾ മേളിലോട്ടാണ് കൂടുതൽ പോയിരിക്കുന്നത്. അപ്പോൾ ഗ്രാഫ് ഒന്ന് കുറച്ച് താഴ്ത്തി വരക്കുന്നുണ്ട്. യെസ്. ഞാൻ അടയാളപ്പെടുത്തുന്നു. ഓക്കെ. ഇവിടെ എക്സ് വാല്യൂ എഴുതാനാണ്. പി ഓഫ് എക്സിൻ്റെ വാല്യൂ വൈയിലാണ് എഴുതുന്നത്. ഇപ്പം മനസ്സിലായോ എന്തുകൊണ്ടാണ് വൈ ഇത്ര കൂടുതൽ എടുത്തതെന്ന്? പി ഓഫ് എക്സിൻ്റെ കോളം നോക്കിക്കേ, 9 വരെയും വന്നിട്ടുണ്ട്. പക്ഷേ നെഗറ്റീവ്സ് ഒന്നും വന്നിട്ടില്ല. അതുകൊണ്ടാണ് നെഗറ്റീവ് താഴേക്ക് നമുക്ക് ആവശ്യം വരുന്നില്ല, മേളിലേക്കാണ് ആവശ്യം വരുന്നത്. ഓക്കെ. ഇവിടെ 0, ദെൻ ഇവിടെ 1 2 3 വരെയും മതിയല്ലേ? നമ്മൾ 3 വരെയാണ് എക്സിൻ്റെ വാല്യൂസ് എടുത്തിരിക്കുന്നത്. വേണമെങ്കിൽ 4 കൂടി എഴുതാം. ഇവിടേക്ക് വരുമ്പോൾ -1 -2 ആൻഡ് -3 -4. താഴേക്ക് ഒരു -1 കൂടി ഇട്ടേക്കാം അല്ലേ? ഇനി അവന് വിഷമം വേണ്ട. ഇനി മേളിലേക്ക് നമുക്ക് എന്താണ് 9 വരെയും മാർക്ക് ചെയ്യണം. ഓക്കെ. 1 2 3 4 5 6 7 8 9. ഓക്കെ. 10 കൂടി ഇരുന്നോട്ടെ. 1 2 3 4 5 6 7 8 9 10. ഓക്കെ. എല്ലാം മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ എന്ത് ചെയ്യുക? ഇവർക്ക് നേരെ വരുന്നത് പോയിന്റ് മാർക്ക് ചെയ്ത് പോകാം. അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എക്സ് -3 വന്നപ്പോൾ പി ഓഫ് എക്സ് 9 വന്നു. എക്സ് -3 വരുന്നത് ഇവിടെയല്ലേ?
ഓക്കെ ആണല്ലോ. ഓക്കെ, ഈ -3 വന്നപ്പോൾ പി ഓഫ് എക്സ് 9 ആണ് വന്നത് എന്ന് പറഞ്ഞാൽ 9 അല്ലേ പോസിറ്റീവ് ആണ് അല്ലേ, 9 എന്ന് പറയുമ്പോൾ പോസിറ്റീവ് ആണ്. അപ്പോൾ മേലോട്ട് വരക്കാം, മേലോട്ട് ഇവനിങ്ങനെ വരച്ച് പോകുമ്പോൾ 9 വരുമ്പോൾ അവിടെ നോട്ട് ചെയ്യുക അല്ലേ, 9ന് നേരെ വരുമ്പോൾ സ്റ്റോപ്പ് ചെയ്യുക. ഇതാ എവിടെയാണ് വന്നിരിക്കുന്നത്, 9ന് നേരെ ഇതാ ഇവിടെയാണ് വന്നിരിക്കുന്നത് പോയിന്റ്. ഓക്കെ, ഇനി എക്സ് -2 വന്നു, എക്സ് -2 എന്ന് പറഞ്ഞാൽ അതാ ഇവിടെയാണ് -2. അപ്പോൾ പി ഓഫ് എക്സ് 4 ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ 4 എന്ന് പറയുമ്പോൾ മേളിലോട്ട് അല്ലേ, താഴേക്ക് നെഗറ്റീവ് ഒന്നും വന്നിട്ടില്ല പി ഓഫ് എക്സിൽ. അപ്പോൾ മേളിലേക്ക് 4 വരെയും 4ന് നേരെ വരെയും ഇതാ ഞാൻ നോട്ട് ചെയ്ത് പെർപെൻഡിക്കുലർ ആണേ, വളഞ്ഞൊന്നും പോകരുത്. ഇതാ ഇവിടെയാണ് വന്നിരിക്കുന്നത് ഈ ഒരു പോയിന്റ്. ഓക്കെ, ഇനി -1 എക്സ് -1 എന്ന് പറഞ്ഞാൽ അതാ ഇവിടെയാണേ, -1 വന്നപ്പോൾ പി ഓഫ് എക്സ് 1 ആണ് വന്നത്. അപ്പോൾ മേളിലോട്ട് വരക്കാം, 1ൻ്റെ അവിടെ നേരെ വരുമ്പോൾ ദാ സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, ഇനി നെക്സ്റ്റ് 0 നമുക്കറിയാം ദാ ഇവിടെയാണ്, രണ്ടുപേരും 0 വരുന്ന പോയിന്റ് അവിടെയാണ്. ഇനി റൈറ്റ് സൈഡിലേക്ക് പോകുന്നു, എക്സ് 1 വന്നു, എക്സ് 1 വന്നപ്പോൾ ദാ ഇവിടെയാണ്, 1 വന്നപ്പോൾ പി ഓഫ് എക്സ് 1 ആണ് എന്ന് പറഞ്ഞാൽ 1ൽ നിന്ന് പോസിറ്റീവിലേക്ക് മേളിലേക്ക് 1ൻ്റെ മുന്നിൽ വരെ അല്ലേ, 1ൻ്റെ നേരെ വരെയും വരുന്നിടത്ത് വെക്കാം. ദാ ഇവിടെയാണ് പോയിന്റ് വരിക. ഇനി x2 ആയി, x2 എന്ന് പറയുമ്പോൾ ദാ ഇവിടെയാണ്, x2 വന്നപ്പോൾ പി ഓഫ് എക്സ് 4 എന്ന് വന്നു. അപ്പോൾ 4 വരെ എന്താ വരച്ചു പോകുന്നു, 4ൻ്റെ മുന്നിൽ എത്തുമ്പോൾ ദാ നിർത്തി സ്റ്റോപ്പ് ചെയ്തു. യെസ്, ദാ ഇവിടെയാണ് എന്ത് വന്നിരിക്കുന്നത്, നെക്സ്റ്റ് പോയിന്റ് വന്നിരിക്കുന്നത്. ഇനി x3 വന്നു, x3 എന്ന് പറയുന്നത് ഇവിടെയാണ്, x3 വന്നപ്പോൾ പി ഓഫ് എക്സ് എത്രയാണ്, 9 ആണ്. മേലോട്ട് വരക്കണം അല്ലേ, 3യിൽ നിന്ന് മേലേക്ക് 9 വരെയും വരക്കാം. യെസ്, 9ന് മുന്നിൽ എത്തുമ്പോൾ സ്റ്റോപ്പ് ചെയ്യണം. എനിക്ക് വളഞ്ഞു പോകാതിരിക്കാനായിട്ട് ഞാൻ അവിടെ നിന്നേ വരച്ച് വരുന്നത്. വളവൊക്കെ ചെറുതായിട്ടുണ്ടാവും, നിങ്ങൾ സ്കെയിൽ വെച്ച് വരയ്ക്കുമ്പോൾ വളവും ചരിവൊന്നും ഉണ്ടാവില്ല, കറക്റ്റായി തന്നെ ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ അതാ എല്ലാ പോയിൻറ്സും എനിക്ക് കിട്ടിക്കഴിഞ്ഞു അല്ലേ, എല്ലാ പോയിൻറ്സും എനിക്ക് കിട്ടി. ഇനി എന്ത് ചെയ്യാം, ഇവരെല്ലാവരും തമ്മിൽ എന്ത് ചെയ്യാം, ജോയിൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതാ ഞാൻ ജോയിൻ ചെയ്ത് കൊടുക്കാൻ പോകുന്നു. യെസ്, ഈ ഒരു പോയിന്റിൽ നിന്ന് ഫ്രീ ഹാൻഡ് ആയിട്ട് ഇങ്ങനെ വരച്ചു പോകാം. യെസ്, കിട്ടി. ഇതാണല്ലോ കുറച്ചുകൂടി ഭംഗി. എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത് സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ രണ്ടാകൃതി ബഹുപദത്തിൻ്റെ ഗ്രാഫാണ്. ഫസ്റ്റ് ജസ്റ്റ് ഒരു സ്ട്രെയിറ്റ് ലൈനിൽ അവസാനിച്ചു. പക്ഷേ സെക്കൻഡ് ഡിഗ്രിയിൽ നല്ല അല്ലേ, ഒരു കളർഫുൾ, നിങ്ങൾ പെൻസിൽ വെച്ച് വരച്ചാലും നല്ല ഭംഗിയിലൊക്കെ വരും. ഓക്കെ, അപ്പോൾ നല്ല ഭംഗിയായിട്ട് എനിക്ക് വന്നു. അപ്പോൾ ഇവിടെ സ്കെയിലല്ല, നമ്മൾ സാധാരണ കൈകൊണ്ട് ഇങ്ങനെ വരച്ചു പോകാൻ പറ്റുന്നതാണ്. ഓക്കെ ആണല്ലോ. സെയിം മെത്തേഡ് തന്നെയാണ് ഇവിടെയും വരുന്നത്. ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ നമ്മൾ എങ്ങനെയാണോ വരച്ചത് അതുപോലെ തന്നെയാണ് ഇവിടെയും വരുന്നത്. സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ തന്നു കഴിഞ്ഞാലും ഗ്രാഫ് വരക്കുന്ന മെത്തേഡ്. ഓക്കെ ആണല്ലോ. യെസ്, അപ്പോൾ ഗ്രാഫ് വരക്കാൻ പഠിച്ചു. ഇൻ സെക്കൻഡ് വൺ എന്താണ്, ഗ്രാഫ് തന്നിട്ട് എന്ത് പറയും, നമ്മളോട് പോളിനോമിയൽ കണ്ടുപിടിക്കാൻ പറയും. ആ ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്താൽ ചാപ്റ്റർ കഴിഞ്ഞു. ബാക്കിയെല്ലാം നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡിൽ തന്നെ ചെയ്തു പോകാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾക്ക് മനസ്സിലാവും അല്ലേ, ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലും സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ തന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് മനസ്സിലാക്കുക, അതൊരു പോളിനോമിയൽ തന്നു കഴിഞ്ഞാൽ അതൊരു ഫസ്റ്റ് ഡിഗ്രി ആണോ സെക്കൻഡ് ഡിഗ്രി ആണോ എന്ന് മനസ്സിലാക്കുന്നത് എക്സിൻ്റെ പവർ നോക്കിയിട്ടാണ് മനസ്സിലാക്കുന്നത്. ഇനി ഗ്രാഫ് തന്നിട്ട് എങ്ങനെയാണ് മനസ്സിലാക്കുക, സ്ട്രെയിറ്റ് ലൈൻ ആണെങ്കിൽ ഫസ്റ്റ് ഡിഗ്രി ആണ്, അല്ല സ്ട്രെയിറ്റ് ലൈൻ അല്ല ഇങ്ങനെ കർവ് ചെയ്തിട്ടൊക്കെ വരുവാണെങ്കിൽ അത് സെക്കൻഡ് ഡിഗ്രി ആണ്. ഓക്കെ, അപ്പോൾ ഗ്രാഫ് തന്നു കഴിഞ്ഞാലും പോളിനോമിയലായിട്ട് തന്നു കഴിഞ്ഞാലും അത് ഫസ്റ്റ് ഡിഗ്രി ആണോ സെക്കൻഡ് ഡിഗ്രി ആണോ എന്ന് മനസ്സിലാക്കാനായിട്ട് സെറ്റായല്ലോ. ഓക്കെ ആണല്ലോ. യെസ്, അപ്പോൾ നമ്മൾക്ക് ഈ ഒരു ചാപ്റ്ററിൽ ലാസ്റ്റ് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ക്വസ്റ്റ്യൻസ് അല്ല, ക്വസ്റ്റ്യൻ ഒരേ ഒരാളേ ഉള്ളൂ. ഫൈൻഡ് ദി പോളിനോമിയൽ. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫിഗർ തന്നിട്ടുണ്ട്, നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഈ ഒരു ബഹുപദം എന്താണ്, ഓരോന്നിൻ്റെയും എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ ഒരെണ്ണമേ എടുത്തിട്ടുള്ളൂ കേട്ടോ, ഒരെണ്ണം ഇപ്പോൾ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഈ തന്നിരിക്കുന്ന ഈ ഒരു ഗ്രാഫിൻ്റെ എന്ത് കണ്ടുപിടിക്കണം, പോളിനോമിയൽ ബഹുപദം കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇതെന്ത് ഗ്രാഫാണ്, എന്ത് പോളിനോമിയലാണ്, ഇതിൻ്റെ ഡിഗ്രി എത്രയാണ്, കാണുമ്പോൾ തന്നെ അറിയാലേ കർവ് ചെയ്ത് വന്നിരിക്കുന്നത് അതൊരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലാണ്, രണ്ടാം കൃതി ബഹുപദമാണെന്ന് നമ്മൾക്ക് ഗ്രാഫ് കാണുമ്പോഴേ മനസ്സിലായി അല്ലേ. ഓക്കെ, സ്ട്രെയിറ്റ് ലൈൻ ആണെങ്കിൽ അത് ഫസ്റ്റ് ആയിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ ചെയ്ത അതേ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെയും ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഈ ഗ്രാഫിൽ നമുക്ക് ആദ്യം നമ്മളുടെ ജനറൽ ഫോം ഒന്ന് എഴുതിയേക്കാം. അപ്പോൾ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ എന്ന് പറയുമ്പോൾ പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എ എച്ച് സ്ക്വയർ പ്ലസ് ബി എച്ച് പ്ലസ് സി ആണ് നമ്മൾ പഠിച്ചിരിക്കുന്ന ഇവൻ്റെ ജനറൽ ഫോം. ഓക്കെ, ഇനി നമുക്ക് നേരെ നമ്മളുടെ ഗ്രാഫിലേക്ക് പോകാം. അപ്പോൾ ഈ എക്സ് എന്ന് പറയുന്നത് 0 ആയപ്പോൾ അല്ലെ, എക്സ് എന്ന് പറയുന്നത് 0 ആയപ്പോൾ പി ഓഫ് എക്സിൻ്റെ വാല്യൂ ഈ 0ന് നേരെ വന്നിരിക്കുന്നത് എത്രയാണ്, 4 ആണ്. പി ഓഫ് എക്സിൻ്റെ വാല്യൂ എത്രയാണ്, 4 ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത്. ഇനി എക്സിൻ്റെ വാല്യൂ 1 ആയപ്പോൾ അപ്പോൾ എന്താണ്, എക്സിൻ്റെ വാല്യൂ 1 ആയപ്പോൾ
പി ഓഫ് എക്സിൻ്റെ വാല്യൂ എന്ന് പറയുമ്പോൾ മേലോട്ടോ താഴോട്ടോ പോയിട്ടുണ്ടോ? ഇല്ല, അവിടെ തന്നെയാണല്ലോ പോയിന്റ് വന്നിരിക്കുന്നത്. കണ്ടോ, അവിടെ നിന്ന് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എന്താണ് പി ഓഫ് എക്സിൻ്റെ വാല്യൂ? 0 ആണ്. പി ഓഫ് എക്സിൻ്റെ വാല്യൂ 0 ആണ്. സെയിം എക്സിൻ്റെ വാല്യൂ 2 ആയപ്പോഴും പി ഓഫ് എക്സിൻ്റെ വാല്യൂ എത്രയാണ്? 0 തന്നെയാണ്. ഓക്കെ, ഇനി എക്സിൻ്റെ വാല്യൂ 3 ആയപ്പോൾ എന്താന്ന് പറയാം? ഇങ്ങോട്ടേക്ക് വന്നു അല്ലേ, 4ലേക്ക് വന്നു എന്ന് പറയാം. അപ്പോൾ പി ഓഫ് എക്സിൻ്റെ വാല്യൂ 2ൽ വന്നപ്പോൾ എത്ര തന്നെയാണ്? 0 തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ഗ്രാഫ് വെച്ചിട്ട് കണ്ടുപിടിക്കുക. നമ്മൾ നേരത്തെ വരച്ചില്ലേ, അത് തന്നെ നേരെ തിരിച്ച് നമുക്ക് ഗ്രാഫ് തന്നിട്ട് അതിൽ നിന്ന് എന്താ എഴുതാൻ പറയുന്നു. ഓക്കെ, ഇനി നമ്മൾക്ക് ഈ കാര്യങ്ങൾ ഒന്നുകൂടി ഒന്ന് എഴുതിയേക്കാം. ഇനി നമുക്ക് ഇവനെയാണ് കണ്ടുപിടിക്കേണ്ടത് കേട്ടോ. ഈ ഒരു പോളിനോമിയൽ, ഈ ഒരു ഗ്രാഫിൻ്റെ ഈ ഒരു ജനറൽ ഫോമാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പോളിനോമിയൽ കണ്ടുപിടിക്കണം. നേരത്തെ ചെയ്തതുപോലെ എ ബി സി ഈ 3 പേരുടെയും വാല്യൂ കിട്ടിയാൽ നേരെ ഈ ഒരു ജനറൽ ഇക്വേഷനിലേക്ക് കൊടുക്കാം. പോളിനോമിയലും സെറ്റായി. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മൾ ഒന്നുകൂടി എഴുതുന്നുണ്ട്. യെസ്, പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു h square plus ax square plus ax square plus bx plus c. ഇതാണ് നമ്മളുടെ പോളിനോമിയൽ. അപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ എന്താണ് പറഞ്ഞിരിക്കുന്നത്? എക്സ് 0 ആയപ്പോൾ പി ഓഫ് എക്സ് 4 എന്ന് വന്നു. ഓക്കെ, അപ്പോൾ എക്സ് 0 ആയി എന്ന് പറഞ്ഞാൽ പി ഓഫ് എക്സിന് പകരം 0 കൊടുത്തപ്പോൾ പി ഓഫ് എക്സിൻ്റെ വാല്യൂ 4 വന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കൊന്ന് നോക്കിയേക്കാം. ഈ ജനറൽ ഫോമിൽ എക്സിന് പകരം എന്ത് കൊടുക്കണം? 0 കൊടുക്കണം. അപ്പോൾ എ ഇൻറ്റു 0 പ്ലസ് ബി ഇൻറ്റു 0 പ്ലസ് സി ആണ് ഈ 4 എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ, പി ഓഫ് എക്സ് 0 അല്ലേ, പി ഓഫ് 0 എന്ന് പറഞ്ഞാൽ 4 വന്നു എന്ന് പറഞ്ഞാൽ ഈ എക്സിന് വരെ എല്ലാം 0 കൊടുക്കുമ്പോൾ 4 കിട്ടി എന്നാണ് പറയുന്നത്. അപ്പോൾ എത്ര വന്നു? ഇത് 0 ആയിപ്പോയി, ഇവനും 0 ആയിപ്പോയി. ഇനി സി മാത്രമേ ബാക്കിയുള്ളൂ. ഇസ് ഈക്വൽ ടു 4. ദാറ്റ് ഈസ് സി ഇസ് ഈക്വൽ ടു 4 എന്ന് വന്നു. ഓക്കെ ആണല്ലോ, സിയുടെ വാല്യൂ നമുക്ക് കിട്ടി 4. ഓക്കെ, ഒരാൾ സെറ്റായി. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് എയും ബിയും എല്ലാം കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് മുൻപ് സെക്കൻഡ് കണ്ടീഷൻ നോക്കാം. എന്താണ്? എക്സ് 1 ആയപ്പോൾ പി ഓഫ് എക്സ് 0 ആയി. ഓക്കെ, അപ്പോൾ എക്സ് 1 ആയി എന്ന് പറഞ്ഞാൽ പി ഓഫ് 1 കൊടുത്തപ്പോൾ അതിൻ്റെ വാല്യൂ 0 ആയിട്ട് പോയി എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതുകൂടി നമുക്കൊന്ന് കണ്ടുപിടിച്ചേക്കാം. ദാറ്റ് ഈസ് പി ഓഫ് 1 എക്സിന് പകരം എത്ര കൊടുക്കണം? 1 കൊടുക്കണം. എ ഇൻറ്റു എച്ച് സ്ക്വയർ എന്ന് പറയുമ്പോൾ എ ഇൻറ്റു 1 സ്ക്വയർ പ്ലസ് ബി ഇൻറ്റു എക്സ് എന്ന് പറയുമ്പോൾ ബി ഇൻറ്റു 1 പ്ലസ് 4 ഇസ് ഈക്വൽ ടു 0. എങ്ങനെയാണ് ഈ പ്ലസ് 4 വന്നത്? ഈ സിയുടെ വാല്യൂ 4 ആണെന്ന് ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. ഒരു സ്റ്റെപ്പ് ഞാൻ കട്ട് ചെയ്ത് എഴുതിയെന്നുള്ളൂ കേട്ടോ. ഓക്കെ, ദാറ്റ് ഈസ് 0 എന്ന് പറയുന്നത് ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചു. എ ഇൻറ്റു 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്ര തന്നെയാണ്? എ തന്നെയാണ്. എ പ്ലസ് ബി ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ ബി പ്ലസ് 4 ഇസ് ഈക്വൽ ടു 0. ദാറ്റ് ഈസ് എ പ്ലസ് ബി ഇസ് ഈക്വൽ ടു പ്ലസ് 4 ഈക്വൽ ടു അപ്പുറത്തേക്ക് പോകുമ്പോൾ -4 ആയി മാറി. നമുക്ക് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കാം, കാരണം ഇവനെ നമ്മൾക്ക് ഇനി ആവശ്യം വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അവനെയും കിട്ടി. ഇനി സെക്കൻഡ് അല്ല തേർഡ് കണ്ടീഷൻ എന്താ പറയുന്നത്? എക്സിന് പകരം 2 കൊടുത്തപ്പോൾ പി ഓഫ് എക്സ് 0 ആയി. അതുകൂടി കണ്ടുപിടിച്ചേക്കാം. പി ഓഫ് 2 അല്ല, എക്സിന് പകരം 2 കൊടുത്തപ്പോൾ അതിൻ്റെ വാല്യൂ 0 ആയി പോയി എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ എ ഓഫ് എന്താണ് പി ഓഫ് എക്സിൻ്റെ ജനറൽ ഫോമിൽ എക്സിന് പകരം എത്ര കൊടുക്കണം? 2 കൊടുക്കണം. അപ്പോൾ എ ഇൻറ്റു 2 സ്ക്വയർ പ്ലസ് ബി ഇൻറ്റു 2 പ്ലസ് സി ഇസ് ഈക്വൽ ടു എന്തായി മാറി? 0 ആയി മാറി എന്നാണ് നമ്മളോട് പറയുന്നത്. ദാറ്റ് ഈസ് എ ഇൻറ്റു 2ൻ്റെ സ്ക്വയർ 4 പ്ലസ് ബി ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ 2b പ്ലസ് സിക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം? 4 എന്ന് കൊടുക്കാം. നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട് സിയുടെ വാല്യൂ. ഇനി 4 ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ 4a പ്ലസ് 2b പ്ലസ് 4 ഇസ് ഈക്വൽ ടു 0 എന്ന് വന്നു. ഓക്കെ, ദാറ്റ് ഈസ് നമുക്ക് നോക്കാം. ഈ എല്ലാവരിലും എന്തുണ്ട്? 2 കോമൺ ആണല്ലേ. 2 ഇൻറ്റു 2 അറിയാത്തവർക്ക് വേണ്ടിയിട്ട് മിസ് ഒന്ന് എഴുതിയേക്കാം. 4 എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു 2 ആണ്. 2 അതുപോലെ തന്നെ 2 ഇൻറ്റു 2 ഇവിടെ 2 ഇൻറ്റു 1 ആണ്. എന്ത്? 2 ഇൻറ്റു ബി ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ ഒരു ഇൻറ്റു എ കൂടി ഉണ്ട്. ഓക്കെ, ഇതാ നോക്കിക്കേ. 2 ഇൻറ്റു 2 ഇൻറ്റു എ ആണ് 4a. 2 ഇൻറ്റു ബി ആണ് 2b. 2 ഇൻറ്റു 2 ആണ് 4. ഓക്കെ, എല്ലാത്തിനും 2 ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്നത് ആക്ച്വലി എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ എല്ലാവരെയും ഡിവൈഡഡ് ബൈ 2 ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ എല്ലാവരെയും ഡിവൈഡഡ് ബൈ 2 ചെയ്ത് കഴിഞ്ഞാൽ 4a ബൈ 2 എത്രയായി? 2a ആയി. പ്ലസ് 2b ഡിവൈഡഡ് ബൈ 2
എത്ര ബി ആയി? ഒരു ബി ആയി. പ്ലസ് 4/2 2ആയി. എല്ലാത്തിൽ നിന്നും ആ 2നെ എന്താണ് ഡിവിഷൻ ചെയ്ത് ചെറുതാക്കി. ഓക്കെ ആണല്ലോ, സെറ്റ് ആണല്ലോ. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ എന്താണ് നമ്മളുടെ ഇക്വേഷൻസ് തമ്മിൽ എന്താണ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് വളരെ ഈസിയാണ്. അതിൻ്റെ പേരിലാണ് ഇവർ എന്ത് ചെയ്തത്, ആരുടെയെങ്കിലും കോഎഫിഷ്യൻറ്റ് എയുടെ അല്ലെങ്കിൽ ബിയുടെ കോഎഫിഷ്യൻറ്റ് ഇക്വേഷൻ നമ്പർ 1ൻ്റെ കോഎഫിഷ്യൻ്റ് ആയിട്ട് എന്താ ഈക്വൽ ആക്കണം. അതിന് വേണ്ടിയിട്ടാട്ടോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ദാറ്റ് ഈസ് 2a + b. ഈ +2 ഈക്വൽ ടു അപ്പുറത്തേക്ക് പോകുമ്പോൾ -2 ആയി. നമുക്ക് ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കാം. ഓക്കെ ആണല്ലോ. ഇവിടെ നോക്കിക്കേ, സിയുടെ വാല്യൂ മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ അല്ലേ, സിയുടെ വാല്യൂ മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. എയുടെയും ബിയുടെയും വാല്യൂ കിട്ടിയിട്ടില്ല. ഓക്കെ, പക്ഷേ ഈ എയും ബിയും വരുന്ന 2 ഇക്വേഷൻസ് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഇക്വേഷൻസ് ഒന്നുകൂടി എഴുതാം. ഇക്വേഷൻ നമ്പർ 1 എന്ന് പറയുന്നത് a + b = -4 ആൻഡ് ഇക്വേഷൻ നമ്പർ 2 എന്ന് പറയുന്നത് 2a + b = -2. നോക്കിക്കേ, ഇവിടെ രണ്ടുപേരുടെയും കോഎഫിഷ്യൻറ്റ് സെയിം ആണല്ലേ, ബിയുടെ. അതിന് വേണ്ടിയിട്ടാട്ടോ നേരത്തെ ഡിവൈഡ് ചെയ്ത് പോയത്. ഓക്കെ, രണ്ടുപേരുടെയും കോഎഫിഷ്യൻറ്റ് സെയിം ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണത്തിൽ നിന്ന് ഒരാളെ മൈനസ് ചെയ്താൽ പോരെ. അപ്പോൾ ആ b - b 0 ആയി പോകല്ലോ. അപ്പോൾ എയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്പോൾ നോക്കിക്കേ, ഇവിടെ നമുക്ക് എന്താ ചെയ്യാനായിട്ട് പറ്റുക? എനിക്ക് തോന്നുന്നു എയുടെ കോഎഫിഷ്യൻറ്റ് വലുത് ഇക്വേഷൻ നമ്പർ 2 ആണ്. അപ്പോൾ ഇക്വേഷൻ നമ്പർ 2ൽ നിന്ന് ഇക്വേഷൻ നമ്പർ 1 നമ്മൾക്ക് മൈനസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ എഴുതാൻ പോകുന്നു ഇക്വേഷൻ നമ്പർ 2 - ഇക്വേഷൻ നമ്പർ 1. ഓക്കെ, ഇക്വേഷൻ നമ്പർ 2 എന്താണ് പറയുന്നത്? 2a + b = -2. 2a + b = -2ൽ നിന്ന് എന്ത് മൈനസ് ചെയ്യണം? a + b = -4 ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് മൈനസ് ചെയ്തേക്കാം. 2aയിൽ നിന്ന് ഒരു a പോയാൽ ബാക്കി ഒരു a മാത്രമേ ഉള്ളൂ. പ്ലസ് ബിയിൽ നിന്ന് b പോയാൽ 0 ഇനി -2ൽ നിന്ന് എന്ത് മൈനസ് ചെയ്യണം? -4 മൈനസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ദാറ്റ് ഈസ് -2, ഈ മൈനസും മൈനസും +4 2 -2 + 4 ദാറ്റ് ഈസ് 2 എന്ന് വരും. ഓക്കെ ആണല്ലോ. ഒന്നുകൂടി പറഞ്ഞു തരാം. -2ൽ നിന്നും എന്ത് മൈനസ് ചെയ്യണം? -4 മൈനസ് ചെയ്യേണ്ടത്. -2 അതുപോലെ തന്നെ എഴുതി. ഈ മൈനസ് മൈനസ് എന്തായി മാറും? പ്ലസ് ആയി മാറും. +4 എന്നായി. രണ്ടും വേറെ വേറെ സൈൻ ആണെങ്കിൽ വലുതിൽ നിന്ന് ചെറുത് കുറച്ചിട്ട് വലുതിൻ്റെ സൈൻ ഇടണം. അപ്പോൾ വലുതിൽ നിന്ന് ചെറുത് കുറച്ചാൽ 4ൽ നിന്ന് 2 കുറച്ചാൽ 2 വലുതിൻ്റെ സൈൻ, 4ൻ്റെ സൈൻ പോസിറ്റീവ് ആണ്. സോ +2 നമ്മുടെ ഉത്തരം വരുന്നത്. ഓക്കെ, എല്ലാവർക്കും അറിയാൻ സാധിക്കും. എന്നാലും അറിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ പഠിക്കാം കേട്ടോ. നെഗറ്റീവ് നമ്പേഴ്സ് എന്ന് പറയുന്ന ആൾ നമുക്ക് ഈ ചാപ്റ്റർ എന്നല്ല, ഇനി അങ്ങോട്ട് മാത്സ് പഠിക്കേണ്ട കാലം മുതൽ കാലം വരെ നമുക്ക് ആവശ്യമുള്ളതാണ്. എല്ലാ ലൈഫിലും നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണ്. ഓക്കെ, നെഗറ്റീവ് നമ്പേഴ്സ് എന്തായാലും പഠിച്ചിരിക്കാം. യെസ്, അപ്പോൾ ഇവിടെ നമുക്ക് 2 എന്ന് കിട്ടി. ദെർഫോർ a = എത്ര വന്നു? 2 വന്നു. ക്ലിയർ ആണല്ലോ. അപ്പോൾ എയുടെ വാല്യൂവും കിട്ടി, സിയുടെ വാല്യൂ ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കിട്ടുന്നതെല്ലാം ഇവിടെ എഴുതി വെക്കുന്നുണ്ട്. a = 2 കിട്ടി, b നമുക്ക് കിട്ടിയിട്ടില്ല, c നമ്മൾക്ക് കിട്ടിക്കഴിഞ്ഞു ഓൾറെഡി. 4 കിട്ടി. ഓക്കെ, 4 കിട്ടി. ഇനി നമുക്ക് ആരെ കൂടി കണ്ടുപിടിക്കാനുണ്ട്? ഈ ബിയുടെ വാല്യൂ കൂടി കണ്ടുപിടിക്കണം. ഓക്കെ, എന്നാലേ നമ്മൾക്ക് ഈ ഒരു ഇക്വേഷനിലേക്ക് എയും ബിയും സിയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് p(x) കണ്ടുപിടിക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ എയുടെ വാല്യൂ 2 കിട്ടിയാൽ ഞാൻ a = 2 ഞാൻ ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഇക്വേഷൻ നമ്പർ 1. ഇക്വേഷൻ നമ്പർ 1 എന്താണ് പറയുന്നത്? നോക്കിക്കേ, a + b എന്ന് പറയുന്നത് -4 ആണ്. അതൊന്ന് എഴുതിയേക്കാം. a + b എന്ന് പറയുന്നത് -4 ആണ്. ഈ ഇക്വേഷനിലേക്ക് എക്ക് പകരം നമുക്ക് കിട്ടിയിരിക്കുന്ന നമ്മുടെ എയുടെ വാല്യൂ കൊടുക്കുന്നത് എത്രയാണ്? 2a + b = -4. ഇതിൽ നിന്ന് b കണ്ടുപിടിക്കാമല്ലോ. b = -4 ഇവിടെ ഓൾറെഡി ഉണ്ട്. ഈ +2 = അപ്പുറത്തേക്ക് പോകുമ്പോൾ -2 ആയി. സോ ബിയുടെ വാല്യൂ എത്ര വന്നു? -6 വന്നു. ക്ലിയർ ആയോ ഇത്രയും കാര്യങ്ങൾ? ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് എയും കിട്ടി, ബിയും കിട്ടി, സിയും കിട്ടി. ഓക്കെ, ഇനി നമുക്ക് നേരെ നമ്മുടെ ആൻസറിലേക്ക് എഴുതാം. ആൻസർ എന്തെന്നാണ് ആൻസർ വന്നിരിക്കുന്നത്? p(x) = ax² + bx + c. ഇതാണ് നമ്മളുടെ എന്ത് ജനറൽ ഫോം എന്ന് പറയുന്നത്. ഇവിടെ എയ്ക്കും ബിക്കും സിക്കും നമ്മൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകുന്നു. ദാറ്റ് ഈസ് എ എന്ന് പറയുന്നത് 2 ആണ്, 2h² പ്ലസ് ബി എന്ന് പറയുന്നത് -6 ആണ്, -6 × x പ്ലസ് സി എന്ന് പറയുന്നത് 4 ആണ്. ഓക്കെ ആണല്ലോ. യെസ്, ഒന്നുകൂടി എന്താണ് മേക്കപ്പ് ചെയ്ത് എഴുതാനുണ്ട്. ദാറ്റ് ഈസ് 2h². ഇനി ഈ പ്ലസും മൈനസ് അടുത്തടുത്ത് വന്നാൽ ചേരോ? ഇല്ല, -6h + 4 എന്നായി. ഇതാണ് നമ്മളുടെ എന്ത്? p(x). ഇവനെ കണ്ടുപിടിക്കാനാണ് ഇത്രയും നേരം നമ്മൾ കഷ്ടപ്പെട്ടത്. ഓക്കെ, കഷ്ടപ്പാടുണ്ടായില്ല, കുറച്ച് ഈസി ആണല്ലേ. ഓക്കെ, അപ്പോൾ നോക്കിക്കേ, ഈ എഴുതിയിരിക്കുന്ന
പോളിനോമിയലിൻ്റെ ഗ്രാഫാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരുന്ന ഈ ഒരു ഗ്രാഫ്. ഓക്കെ ആണല്ലോ? ഈ ഒരു ഗ്രാഫ് എന്തിൻ്റെയാണ്? ദാ ഇവൻ്റെയാണ്. ഓക്കെ, നമ്മൾ ഇത്ര നേരം ആദ്യം ചെയ്തത് ഒരു പോളിനോമിയൽ തന്നിട്ട് ഗ്രാഫിലേക്ക് മാറ്റി. ഇവിടെ ഗ്രാഫ് തന്നിട്ട് പോളിനോമിയൽ കണ്ടുപിടിക്കും. നല്ല ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഷുവറായിട്ടും ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നന്നായി തന്നെ എന്താ പ്രിപ്പയർ ചെയ്യുക. ഇന്ന് പഠിപ്പിച്ച ഈ 4 കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതിയടാ. ബാക്കിയെല്ലാം നമ്പർ മാറ്റി തന്നാലും ചെയ്യുന്ന രീതി പഠിച്ചു കഴിഞ്ഞാൽ സിമ്പിളായി തന്നെ ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ ഈ നെഗറ്റീവ്സ് ഒക്കെ വരുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. എപ്പോഴും കണ്ടുവരുന്ന കാര്യമാണ് 1 - 2 അല്ലേ? എന്ത് എഴുതി വെക്കും? 1 എന്ന് എഴുതി വെക്കും. അതല്ല, -1 വരിക അല്ലേ? ഇവൻ പോസിറ്റീവാണ്, ഇവൻ നെഗറ്റീവാണ്. രണ്ടും വേറെ വേറെ സൈൻ വന്നാൽ വലുതിൽ നിന്ന് ചെറുത് കുറച്ചിട്ട് വലുതിൻ്റെ സൈൻ ഇടണം. ഓക്കെ ആണല്ലോ? ഞാൻ അത് കൂടുതൽ നെഗറ്റീവ് നമ്പേഴ്സിലേക്ക് പോകുന്നില്ല. അപ്പോൾ ഇതുപോലെ സില്ലി ആയിട്ടൊക്കെ നിങ്ങൾ തെറ്റിക്കാൻ ചാൻസ് ഉണ്ട്. തെറ്റിക്കരുത്, സിമ്പിൾ ചാപ്റ്റർ ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്തിലുള്ളത്? നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് ഒന്നുകൂടി പറയാം. എക്സിൻ്റെ പവർ നോക്കാം. ഓക്കെ, എക്സിൻ്റെ പവർ ഒന്നുമില്ല. 1 ആണെങ്കിൽ അത് ഫസ്റ്റ് ഡിഗ്രി എന്താണ്, 1-ാം കൃതി ബഹുപദമാണ്, ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലാണ്. x⁻²2 ആണ് ഏറ്റവും പവർ കൂടിയത് പോളിനോമിയൽ, അല്ലെങ്കിൽ എന്ന് പറയാം അത് സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലാണ്, 2-ാം കൃതി ബഹുപദമാണെന്ന് പറയാം. ഓക്കെ, ഇനി ഗ്രാഫ് തന്നിട്ട് അത് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണെങ്കിൽ അതെന്ത് പറയാം? അതൊരു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലാണ്. അല്ലെങ്കിൽ കർവ് ചെയ്താണ് വന്നതെങ്കിൽ അതെന്ത് പറയാം? അതൊരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലാണെന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ പഠിച്ചത്. എല്ലാവരും അടിപൊളിയായിട്ട് തന്നെ കൂടെ ഉണ്ടായിരുന്നു. നല്ല മാർക്ക് തന്നെ എല്ലാവർക്കും കിട്ടട്ടെ. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. എല്ലാവരും നന്നായിട്ട് തന്നെയൊക്കെ പഠിച്ച് നന്നായിട്ട് തന്നെ എക്സാം എഴുതാം. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.